بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان. والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان. فبأي آلاء ربكما تكذبان؟ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان. والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان. فبأي آلاء ربكما تكذبان؟ ولا بشيء من نعمك ربنا نكذب فلك الحمد. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വർഷങ്ങളായി നാദാപുരത്ത്
നടത്തിവരാറുള്ള സപ്തദിന പ്രഭാഷണത്തിൽ 2012 തുടക്കം തന്നെ സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാനു സൂറത്ത് 7 ദിവസം ആദ്യം മുതൽ അവസാനം വരെ ചുരുക്ക വിവരം നടത്താനാണ് ഈ വർഷം ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം പരിശുദ്ധ ഖുർആനിനോടുള്ള അദബും ബഹുമാനവും എല്ലാം പുലർത്തി 7 ദിവസങ്ങളിൽ സൂറത്തുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിവരിക്കാനും അത് ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു വാചകം ഇമാം ബൈഹഖി എടുത്തുദ്ധരിച്ചു. ലികുല്ലി ശൈഇൻ അറൂസുൻ വ അറൂസുൽ ഖുർആനി സൂറത്തുർ റഹ്മാൻ. എല്ലാ വസ്തുക്കൾക്കും ഒരു പുതുമാരനുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പുതുമാരനാണ് സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ സൂറത്ത് എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഖുർആൻ വളരെയേറെ ഭംഗിയുള്ളതും ശ്രവണമധുരവും അർത്ഥഗാംഭീര്യവും സാഹിത്യ സമ്പുഷ്ടതയും ഉള്ള തുല്യതയില്ലാത്ത ഗ്രന്ഥമാണ്. അതിലെ എല്ലാ സൂറത്തുകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ അർ-റഹ്മാൻ സൂറത്ത് അതിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയത്തക്ക വിധം പ്രത്യേക ശ്രവണ മാധുര്യമുള്ളതും ഭംഗിയുള്ളതും തന്നെയാണ്. ആ പരിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. ആ സൂറത്തുർ റഹ്മാനാണ് നമുക്ക് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തു തൗബ അല്ലാത്ത എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഒരായത്താണെന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ റഹീം എന്ന 2 മഹത്തായ നാമങ്ങൾ പറഞ്ഞതിന്റെ ശേഷം അർ-റഹ്മാനിർ റഹീം എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 7 ദിവസം നാം ഇതേ സ്റ്റേജിൽ സംസാരിച്ചിരുന്നു. അന്ന് റഹ്മാൻ എന്ന വാചകത്തെക്കുറിച്ചും റഹീം എന്ന വാചകത്തെക്കുറിച്ചും നാം വിശദമായി കിട്ടിയ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. അതിനാൽ റഹ്മാൻ എന്ന വാചകത്തെ ഇപ്പോൾ കൂടുതലായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകിയ ഈ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാൻ സൂറത്ത് എന്നാണ്. തുടക്കം അർ-റഹ്മാൻ എന്നതായതാണ് അതിന്റെ കാരണം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, അങ്ങനെ രണ്ടും കൂടി ഒറ്റ ആയത്തായും അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ
അങ്ങനെ 2 ആയത്തായും ഈ അധ്യായത്തിന്റെ തുടക്കം, സൂറത്തിന്റെ തുടക്കം 2 നിലക്കും പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഈ മഹത്തായ സൂറത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുന്ന സമയത്ത് ജിന്നുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഈ സൂറത്ത് കേട്ടതിന്റെ പേരിൽ ആ ജിന്നുകൾ പരിശുദ്ധ ഇസ്ലാം ദീൻ ആശ്ലേഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അത് കേട്ടപ്പോൾ അതിന് അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ നിഷേധിക്കുന്നില്ലെന്നർത്ഥം വരുന്ന വാചകങ്ങൾ, അതിലെ ഓരോ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്തും കേൾക്കുമ്പോൾ പ്രത്യുത്തരമായി, ജവാബായി അവർ പറയുകയും ചെയ്തിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈസ് ബിൻ ആസിബിൽ മിൻഖരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന്, ഓ മുഹമ്മദേ, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഓതിത്തരിക എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഫഖറഅ അലൈഹി സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാൻ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് ഓതിക്കൊടുത്തു. അന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച സഹാബി ആയിട്ടില്ല. അങ്ങനെ അർ-റഹ്മാൻ സൂറത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അഇദ്ഹ, അതൊന്നും കൂടി എനിക്ക് ഓതിത്തരണം എന്ന് ഖൈസ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. ഫഅആദഹാ സലാം, അങ്ങനെ 3 തവണ ഈ സൂറത്ത് ഖൈസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്തു. അങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നിട്ടില്ല. ആ സൂറത്ത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്ന ലഹു ലതലാവ, വല്ലാത്ത ഭംഗിയുണ്ട് ഈ വചനങ്ങൾക്ക്, വ ഇന്ന അലൈഹി ലഹലാവ, വല്ലാത്ത മധുരമുണ്ട് ഈ വാചകങ്ങൾക്ക്, വഅസ്ഫലുഹു ലമുഗ്ദികുൻ, ഇതിന്റെ താഴ്ഭാഗം ഫലപുഷ്ടിയുള്ളതാണ്, സമ്പന്നമാണ്, ഇത് ധാരാളം ഉള്ളതാണ്. വഅഅലാഹു മുസ്മിറുൻ, ഇതിന്റെ മേൽഭാഗം ഫലം നൽകുന്നതാണ്. വമാ യഖൂലു ഹാദാ ബശറു, ഇതൊരു മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയുന്ന വാചകങ്ങൾ അല്ല, ഇതൊരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകാൻ പറ്റുന്ന വാചകങ്ങൾ അല്ല. വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്, ഞാനിതാ അവിടുന്ന് കൊണ്ടുവന്ന സത്യമായ ആശയം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. വഅന്നക റസൂലുള്ളാഹ്, ഓ നബിയേ, അവിടുന്ന് ഒരിക്കലും തന്നെ സാധാരണ മനുഷ്യനല്ല, ഞങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയല്ല, മനുഷ്യനാണ്. പക്ഷേ ഈ വചനങ്ങൾ ഒരു സാധാരണ മനുഷ്യന് പറയാൻ കഴിയില്ല. അതിനാൽ വഅന്നക റസൂലുള്ളാഹ്, അവിടുന്ന് അല്ലാഹു പറഞ്ഞേച്ച റസൂലാണ് എന്നതും ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു നബിയേ. ഖൈസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നത് പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുർ റഹ്മാൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ സാഹിത്യകാരനും അറബിയും പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ അറിയാവുന്ന വ്യക്തിയുമായ ആ ഖൈസിന് ബോധ്യപ്പെട്ടു, ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയുന്ന വാചകങ്ങൾ അല്ല. ഇങ്ങനെ വലിയ സ്ഥാനമുള്ള ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ
ആട്ടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അതിലൂടെ കടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിന്റെ ആട്ടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിമയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും അതിലൂടെ അങ്ങ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ ഇബ്നു മസ്ഊദ്, നിങ്ങളുടെ കൂടെ പാലുണ്ടോ? ധാരാളം ആടുകളുണ്ടല്ലോ, പാലുണ്ടോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഉണ്ട്, പാലുണ്ട്. വലാകിന്നി മുത്തമനുൻ, പക്ഷേ ഈ ആടിനെ മേൽക്കാൻ വേണ്ടി, ആടിനെ നോക്കാൻ വേണ്ടി എന്നെ എന്റെ ആട്ടിന്റെ ഉടമസ്ഥൻ ഏൽപ്പിച്ചതാണ്. അതിനാൽ ഇതിന്റെ അകടിലുള്ള പാല് മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് നിർവാഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ പാലില്ലാത്ത, അതിന്റെ പാല് കൊണ്ട് മുല താഴ്ന്നിട്ടില്ലാത്ത ഒരു ആട്ടിനെ നീ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകാം. പാലുള്ളത് കറന്നെടുത്താൽ മറ്റൊരാളെ പാല് വേണ്ട, പാലില്ലാത്ത ഒന്നിനെ ഇങ്ങോട്ട് പിടിച്ചു പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരാട്ടിനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അതിനെ അവിടെ കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അകിട് അവിടുത്തെ കൈ കൊണ്ടിങ്ങനെ തടകിയിട്ട് എന്തോ ഒരു ദുആ നടത്തി. അപ്പോഴേക്ക് മുല താഴ്ന്ന് അതിൽ നിറയെ പാല് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കച്ചട്ടി പോലുള്ള കല്ലിന്റെ ഒരു ചെറിയ സാധനം കൊണ്ടുവന്നു. അതിൽ പാല് കറന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിക്കാൻ കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. ശേഷം പറഞ്ഞു, അകിടിനോട് പറഞ്ഞു, ആദ്യത്തതുപോലെ തന്നെ ചുരുണ്ടവിടെ നിന്നോ എന്ന് പറഞ്ഞു. നേരത്തെ ഉള്ളതുപോലെ തന്നെ ചുരുണ്ടവിടെ നിന്നോ എന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ ചുരുണ്ടു നിന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തങ്ങളിപ്പോൾ ചൊല്ലിയ വചനങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം, അല്ലെങ്കിൽ ഈ ഖുർആനിൽ നിന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയൊന്ന് തടകി. കാരണം വിശ്വസ്തനായ അടിമ, ഉടമസ്ഥനെ ഒരു നിലക്കും ചതിക്കാതെ, പാല് പോലും മറ്റൊരാൾക്ക് അനുവദിച്ചു കൊടുക്കാതെ വളരെ വിശ്വസ്തനായ അടിമ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ഗുലാമുൻ മുഅല്ലം, നിങ്ങൾ ഇൽമു പഠിപ്പിക്കപ്പെടുന്ന കുട്ടി തന്നെയാണ് എന്ന് പറഞ്ഞു. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 സൂറത്തുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉള്ള ഒരു സദസ്സിൽ സഹാബത്ത് മക്കയിൽ നിന്ന് ഒരു ചർച്ച. എന്താണ് ചർച്ച? പരിശുദ്ധ ഖുർആൻ ഉറക്ക ഓതാൻ ധൈര്യമില്ല. കാരണം ഉറക്ക ഓതിയാൽ മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ കഠിനമായി ആക്രമിച്ചു കളയും. അതുകൊണ്ട് ഉറക്ക ഓതാൻ ആർക്കും ധൈര്യമില്ല. അപ്പോൾ സ്വഹാബത്ത് ഒരു ചർച്ചയിൽ സംസാരിച്ചു, വല്ലാഹി മാ സമയത്ത് ഖുറൈശുൻ ഹാദൽ ഖുർആന യുജ്ഹറു ലഹാ ബിഹി ഖത്തു, ഈ ഖുർആൻ ഉറക്ക ഓതിയിട്ട് ഇതുവരെയും ഈ ഖുർആൻ ഖുറൈശികൾ കേൾക്കാൻ അവസരം ഉണ്ടായില്ലല്ലോ. ഫമൻ റജുലുൻ യുസ്മിഉഹും, ആരാണ് ഒരു ആൺകുട്ടിയുള്ളത് ഈ ഖുർആൻ പരസ്യമായി ഉറക്കെ ഓതി കേൾപ്പിക്കാൻ? ആരാണ് ഒരു ആൺകുട്ടിയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാ, ഞാൻ അവരുടെ മുന്നിൽ പോയി നിന്ന് ഉറക്ക ഖുർആൻ ഓതും. ഫഖാലു ഇന്നാ നഖ്ശാഹും അലൈക, നിങ്ങളങ്ങനെ ഖുർആൻ അവരുടെ മുമ്പിൽ പോയി ഉറക്ക ഓതിയാൽ നിങ്ങളെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളല്ലാത്ത മറ്റൊരാളാണ് നല്ലത്. കാരണം വേറെ ഏതെങ്കിലും ഒരു വലിയ ഉന്നത തറവാട്ടിൽ ജനിച്ച കുറെ കുടുംബാംഗങ്ങളുള്ള ഒരാളാണ് അങ്ങനെ ഓതുന്നതെങ്കിൽ, അവര് ദ്രോഹിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബം അവരെ തടയാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരു പാവപ്പെട്ട ഒരു ചെറിയ തൊഴിലാളിയായി ജീവിച്ച നിങ്ങൾ അത് പോയിട്ട് ഓതിയാൽ അവര് നിങ്ങളെ ദ്രോഹിക്കുമെന്ന്
ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഊനി, നിങ്ങൾ എന്നെ വിടൂ, ഫഇന്നല്ലാഹ സയംനഉനി, എനിക്ക് സംരക്ഷണം അല്ലാഹു നൽകും, നിങ്ങൾ എന്നെ വിടൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ളുഹാ സമയത്ത് ഖുറൈശികളെല്ലാം അവരുടെ കളിസ്ഥലങ്ങളിലും അവരുടെ സമ്മേളന സ്ഥലങ്ങളിലും സമ്മേളിച്ചിരിക്കെ അതാ മഖാം ഇബ്രാഹീമിന്റെ സമീപത്ത് ചെന്ന് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർറഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങി സൂറത്തുർ റഹ്മാൻ ഓതുകയുണ്ടായി. അപ്പോൾ ഖുറൈശികൾ എന്താണ് അവിടെ ഒരു നല്ല സൗണ്ട്, എന്താണ് ഒരു നല്ല വാക്ക്, അങ്ങനെ ഇങ്ങോട്ട് ഓടി അടുത്തപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുർ റഹ്മാൻ ആകർഷണീയമായ നിലക്ക് ഓതുന്നത് കേട്ടു. അവര് പിന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല. ഓ ഇന്നഹു ലയത്ലു ബഅദ മാ ജാഅ ബിഹി മുഹമ്മദ് കൊണ്ടുവന്ന ആ സൂക്തങ്ങളിൽ നിന്ന്, അധ്യായങ്ങളിൽ നിന്ന് അദ്ദേഹം ഓതുകയാണ്, അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന നിലക്ക് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അവര് മുഖത്ത് നന്നായി അടിച്ചു. ആ അടിയൊന്നും മഹാനവർകൾ വില വെച്ചില്ല. അങ്ങനെ ഓതേണ്ടത് മുഴുവനും ഓതി അങ്ങ് തീർത്തു. അത് കഴിഞ്ഞതിന് ശേഷം സഹാബത്തിന്റെ സമീപത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ അവിടുത്തെ മുഖം മുഴുക്കി അടികിട്ടിയ പാടാണ്, അടികിട്ടിയിട്ടുള്ള പരിക്കുകളാണ്. അവര് പറഞ്ഞു, ഇത് തന്നെയല്ലേ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഉറക്കപ്പോയി ഓതിയാൽ അത് സംഭവിക്കുമെന്ന്. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ ശത്രുക്കൾ ഞാൻ വേണ്ടാത്തതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ ഓതിയെന്നല്ലാതെ ഞാൻ അവരെ ചീത്ത പറഞ്ഞിട്ടില്ല, ശല്യം ചെയ്തിട്ടില്ല, ആക്രമിച്ചിട്ടില്ല, അവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതിയത് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ അവരക്രമിച്ച അക്രമം അത് ഞാൻ നിസ്സാരമായി കാണുന്നു. വലഇൻ ശിഅ്തും വാദൈതും ബിമിസ്ലിഹാ ഗദൻ, നിങ്ങൾ സമ്മതം തന്നാൽ, നമ്മൾ കൂട്ടായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാകുമ്പോ നിങ്ങൾക്കൊരു വിഷമം വരരുതല്ലോ എന്റെ പ്രവർത്തനം കൊണ്ട്. നിങ്ങൾ എനിക്ക് സമ്മതം തന്നാൽ നാളെയും ഞാൻ പോയിട്ട് അതേ സൂറത്ത് തന്നെ നാളെയും ഞാൻ ഉറക്കെ ഓതും. അപ്പോൾ മറ്റുള്ള കൂട്ടാളികൾ പറഞ്ഞു, ഹസ്ബുക അത് അസ്മഅതഹും മാ യക്റഹൂൻ, ഇപ്പോൾ ഓതിയിട്ട് കേൾപ്പിക്കേണ്ട ബാധ്യത നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അതിന്റെ ആവശ്യം ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ആകയാൽ സൂറത്തുർ റഹ്മാൻ ഏത് സൂറത്താണെങ്കിലും ശരി സുഹൃത്തുക്കളെ, നേരത്തെ ഖൈസിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. ഖൈസ് അത് കേട്ടപ്പോൾ വീണ്ടും കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. 3 പ്രാവശ്യം കേട്ടപ്പോൾ ഇത് മനുഷ്യന്റെ വാക്കുകളല്ല, സൃഷ്ടാവിന്റെ വചനങ്ങളാണെന്ന് മനസ്സിലാക്കി ഖൈസ് അതാ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. അതേ സമയത്ത് മനസ്സിൽ മർക്കടമുഷ്ടിയുമായി ഹിദായത്തിന്റെ വെളിച്ചം സ്വീകരിക്കാനുള്ള യാതൊരു സന്നദ്ധതയുമില്ലാതെ വെറും മർക്കടമുഷ്ടിയുമായി എന്ത് കേട്ടാലും അതിനെ എതിർക്കണം എന്ന ചിന്തയിൽ അതാ സൂറത്തുർ റഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചപ്പോൾ ആ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയില്ല, മറിച്ച് അവർ അദ്ദേഹത്തെ അടിച്ച് പരിക്കേൽപ്പിച്ചു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വെച്ച തെളിവാണ് ഖുർആൻ. പക്ഷേ ഏത് തെളിവുകളും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനിന്റെ വെളിച്ചം കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് അതുകൊണ്ട് വെളിച്ചം കിട്ടുമെന്നല്ലാതെ അതേ സമയത്ത് റബ്ബ് വെളിച്ചം കൊടുക്കാത്തവർക്ക് ഏത് സൂറത്ത് കേൾപ്പിച്ചാലും അവർക്ക് വെളിച്ചം കിട്ടിക്കൊള്ളണമെന്നില്ല. ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന രാജാവ് അല്ലാഹു മാത്രമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ അബൂജഹലിനും കക്ഷികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ചന്ദ്രനെ പിളർത്തി മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തു. അതിന്റെ പേരിൽ അബൂജഹൽ നന്നായില്ല. അതേസമയത്ത് അതേ ചന്ദ്രനെ പിളർത്തിയത് ഇന്ത്യ രാജ്യത്ത് നിന്ന് പെരുമാൾ രാജാവ് കണ്ടപ്പോൾ അതിന്റെ പേരിൽ പെരുമാൾ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ അത് നിമിത്തമായി. നേരിൽ അവിടത്തിൽ നിന്ന് മക്കയിൽ നിന്ന് കണ്ട അബൂജഹലിന് ആ മുഅ്ജിസത്ത് കൊണ്ട് വെളിച്ചം കിട്ടിയില്ല. അതേസമയത്ത് ഇന്ത്യയിൽ നിന്ന് പെരുമാൾ രാജാവ് അത് കണ്ടതിന്റെ പേരിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഞ്ചി കിളച്ചെടുത്ത് ഹദിയയുമായി മക്കയിലേക്ക് പോയി എന്നല്ലേ ചരിത്രം. അതല്ലേ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അഹ്ദാ മലിക്കുൽ ഹിന്ദി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജറതൻ ഫീഹാ സഞ്ചബീലുൻ, ഇഞ്ചിയുള്ള ഭരണി, ഇഞ്ചിയുള്ള പീപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്ത്യയിലെ ഭരണാധികാരി ഹദിയ കൊടുത്തു എന്ന് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഇഞ്ചി കിട്ടിയപ്പോൾ അത് കഷ്ണം കഷ്ണമാക്കി നുറുക്കി ഒരു കഷ്ണം എനിക്കും തന്നുവെന്നല്ലേ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതിന്റെ ഒരു കഷ്ണം കിട്ടിയ സഹാബി വിവരിച്ചിട്ടുള്ളത്. ആകയാൽ ഏത് വഅദായിരുന്നാലും, ഏത് പ്രസംഗമായിരുന്നാലും, ഏത് ക്ലാസ്സായിരുന്നാലും, ഏത് സദസ്സായിരുന്നാലും അല്ലാഹു ജല്ല ജലാലുഹു വെളിച്ചം ഉദ്ദേശിച്ചവർക്കത് വെളിച്ചം നൽകും. ഇല്ലെങ്കിലോ പടച്ചവൻ ഒരാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, സന്മാർഗത്തിലേക്ക് വഴിതിരിക്കുന്നവൻ അല്ലാഹു ജല്ല ജലാലുഹു തന്നെയാണ്. ഓ സുഹൃത്തുക്കളെ, തുടക്കത്തിലായതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു സ്ഥലത്ത് അതേ ഒരു മനുഷ്യൻ വിത്ത് വിതക്കുകയാണെങ്കിൽ ആ വിത്ത് വിതക്കുന്നവൻ അവൻ എത്ര തന്നെ ആരോഗ്യമില്ലാത്തവനാണെങ്കിലും, അവൻ എത്ര തന്നെ വൃത്തിയില്ലാത്തവനാണെങ്കിലും, വിതക്കുന്ന വിത്ത് നല്ലതാണെങ്കിൽ, വിതക്കപ്പെടുന്ന സ്ഥലം ഫലപുഷ്ടിയുള്ള മണ്ണാണെങ്കിൽ ആ വിതക്കുന്ന വിത്ത് മുളക്കുകയും അതിൽ നിന്ന് കായകനികൾ ലഭിക്കുകയും ചെയ്യും. നേരെ മറിച്ച് അതേ വിത്ത് വിതക്കുന്ന മനുഷ്യൻ നന്നായി കുളിച്ച് പാന്റ് ധരിച്ച്, ഷൂ ധരിച്ച്, സോക്സ് ധരിച്ച്, ടൈ കെട്ടി, അവൻ മുടിയൊക്കെ ചീകി വാർന്ന്, അല്ലെങ്കിൽ താടിയും മുടിയുമൊക്കെ വാർന്ന്, തലപ്പാവൊക്കെ നന്നായി ഒന്ന് കെട്ടി, വെള്ളക്കുപ്പായമിട്ട്, തൊപ്പിയും തലപ്പാവും വെച്ച് വൃത്തിയോടെ വന്ന ഒരു മനുഷ്യൻ കൊണ്ടുപോയി വിത്തിട്ടു. പക്ഷെ ആ വിത്ത് മുളക്കാൻ പര്യാപ്തമല്ലാത്ത വിത്താണെങ്കിൽ, അല്ലെങ്കിൽ വിത്ത് വളരെ നല്ലതാണ്, പക്ഷേ കൊണ്ടുപോയി ഇട്ട സ്ഥലം കരിങ്കല്ലാണെങ്കിൽ ആ വിത്ത് മുളക്കുകയില്ല, അതിന്മേൽ കായകൾ ലഭിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വളക്കൂറുള്ള മണ്ണ് അല്ലാഹു തരണം. ഈ വിത്ത് ഇടുന്നവൻ എത്ര മോശക്കാരനാണെന്നത് നമുക്ക് നോക്കേണ്ടതില്ല. നമുക്ക് വിത്ത് മുളക്കാൻ നമ്മുടെ മണ്ണ് പര്യാപ്തമാണോ എന്ന് ചിന്തിക്കുകയാണ് എപ്പോഴും ഏത് മജ്ലിസിലും പങ്കെടുക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് ആദ്യമായി തന്നെ നിങ്ങളെ ഉണർത്തി അല്ലാഹു ജല്ല ജലാലുഹു ഈമാനിന്റെ നൂറ്, ഈമാനിന്റെ പ്രകാശം, ഇൽമിന്റെ പ്രകാശം, തഖ്വയുടെ പ്രകാശം കൊണ്ട് ഈ പാവപ്പെട്ട എന്നെയും നിങ്ങളെയും നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സൂറത്തുർ റഹ്മാനിലേക്ക് കടക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തന്നെ അർ-റഹ്മാൻ എന്ന അവന്റെ മഹത്തായ നാമം പറയുകയാണ്. അർ-റഹ്മാൻ അത് ഒരു ആയത്താണ് എന്ന് പറഞ്ഞവർ ഉണ്ട്, അല്ല അത് ഒരായത്തിന്റെ ആദ്യ ഭാഗമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവർ റഹ്മാൻ, അല്ലാഹു തആല റഹ്മാനാണ് എന്നാണ്. അത് പ്രത്യേകം ഒരായത്താണ് എന്ന് പറയുന്നവരുടെ വീക്ഷണപ്രകാരം അതിന്റെ അർത്ഥം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, അങ്ങനെ രണ്ടും കൂടി ഒരായത്താണ് എന്ന് പറയുന്നവരുടെ വീക്ഷണപ്രകാരം റഹ്മാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചവരാണ് എന്നാണ് രണ്ടും കൂടി അർത്ഥം. ഏതായിരുന്നാലും വിഷയത്തിൽ മാറ്റമില്ല. അർ-റഹ്മാൻ, റഹ്മാൻ എന്ന വാചകം വിപുലവും വിശാലവുമായി, വിപുലവും വിശാലവുമായി ലോകത്തിന് മുഴുവൻ, ലോകത്തുള്ള സർവ സൃഷ്ടികൾക്കും അനുഗ്രഹം ചെയ്യുന്നവൻ എന്ന അർത്ഥം കുറിക്കുന്ന അല്ലാഹുവിന്റെ മഹത്തായ ഒരു നാമമാണ് അർ-റഹ്മാൻ എന്ന വാചകം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടാൻ അർഹൻ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നത് കുറിക്കുന്ന അവന്റെ പേരാണ് അല്ലാഹ് എന്നത്. അതിനോട് ചേർന്ന് എപ്പോഴും ചേർന്ന് വരുന്ന, ഉമറുൽ ഫാറൂഖ് എന്നൊക്കെ പറയുന്നത് പോലെ ചേർന്ന് വരുന്ന ഒരു പേരാണ് അർ-റഹ്മാൻ എന്ന പേര് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. ഈ അർ-റഹ്മാൻ എന്ന പേര് കുറിക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ സാബിഖത്ത്, ലാഹിഖത്ത് ഇങ്ങനെ രണ്ട് വിധം ഉണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ, ലാഹിഖത്ത് അതാണ് സാബിഖത്ത് എന്ന് പറഞ്ഞത്. ലാഹിഖത്ത് എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നേരത്തെ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളാണ് ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ അല്ലാഹു സൃഷ്ടിച്ചു, ഉണ്ടാക്കി എന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതല്ലാതെ ലോകത്ത് അചേതന വസ്തുവോ ചേതന വസ്തുവോ ആയി, ഇവിടെ മനുഷ്യനോ മലക്കോ ജിന്നോ ആയി, സസ്യങ്ങളോ മത്സ്യങ്ങളോ മരങ്ങളോ എന്തു തന്നെ ആയിരുന്നാലും എല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ സൃഷ്ടിച്ച വസ്തുക്കൾക്ക് ഇപ്പോൾ അവൻ ആവശ്യമായത് കൊടുത്തുകൊണ്ടിരിക്കുകയും ആണ്. അപ്പോൾ അല്ലാഹുവിന്റെ നേരത്തെ തന്നെ സൃഷ്ടിപ്പ് ഉണ്ടായി എന്ന് പറയുന്ന അനുഗ്രഹം, അത് അർ-റഹ്മാൻ എന്ന വാചകം കുറിക്കുന്നു. വിപുലവും വിശാലവുമായി സർവ സൃഷ്ടികൾക്കും അനുഗ്രഹം നൽകുന്നവൻ എന്നാണല്ലോ അത് കുറിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരാൾക്കും ഒരു സൃഷ്ടിക്കും അങ്ങനെ ഒരു അനുഗ്രഹം ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ റഹ്മാൻ എന്ന വാചകം കുറിക്കുന്ന കാരുണ്യത്തിന്റെ ഒരു ചെറിയ അംശം പോലും മറ്റൊരാൾക്ക് സാധ്യമല്ലാത്തതിനാൽ ഇവിടെ പണ്ഡിതന്മാർ ഒരു നിയമം പഠിപ്പിച്ചു. അതെന്താണ്? അല്ലാഹ് എന്ന പേര് മറ്റൊരാൾക്ക് ഇടൽ പാടില്ലാത്തതാണ്, ഹറാമാണ്, പാടില്ലാത്തതാണ്. ലോകത്ത് ഇന്ന് വരെ അല്ലാഹ് എന്ന പേര് ആർക്കും ഇട്ടതായി അറിയപ്പെട്ടിട്ടും ഇല്ല. ഇനി അഥവാ അങ്ങനെ ഒരുത്തന് ഭ്രാന്തൊളകിയിട്ടുണ്ടെങ്കിൽ അവൻ നിലനിൽക്കുന്നും ഇല്ല. ആ നിലക്ക് അല്ലാഹ് എന്ന പേരിന് വലിയ പ്രത്യേകതയുണ്ട്. അല്ലാഹ് എന്ന പേര് മറ്റൊരാൾക്ക് ഇടാൻ പാടില്ല. ഇതുപോലെ റഹ്മാൻ എന്ന പേര് അല്ലാഹുവിന് അല്ലാതെ വേറെ ആർക്കും ഇടാനോ വിളിക്കാനോ പാടില്ല എന്ന് പണ്ഡിതന്മാർ റഹ്മാൻ എന്ന പേരിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അല്ലാഹുവിലേക്ക് അവന്റെ അടിമ എന്ന് അർത്ഥം വരുന്ന അബ്ദ് എന്ന പേര് ചേർത്ത് അബ്ദുല്ലാഹ് എന്ന് പേര് വിളിക്കുന്നതിന് വലിയ ബഹുമാനം ഉള്ളതുപോലെ അർ-റഹ്മാൻ എന്ന പേരിനോട് അബ്ദ് ചേർത്തുകൊണ്ട് അബ്ദുർ റഹ്മാൻ എന്ന് വിളിക്കുന്നതിനും വലിയ ബഹുമാനം ഉണ്ട്. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹി വ അബ്ദുർ റഹ്മാൻ, പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പേര് അബ്ദുല്ലാ എന്ന പേരും അബ്ദുർ റഹ്മാൻ എന്ന പേരുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ ഏത് പേരിനോടും അബ്ദു ചേർത്തുകൊണ്ട് അബ്ദുർ റഹീം, അബ്ദുൽ കരീം
അബ്ദുൽ ജവാദ്, അബ്ദുൽ മലിക്, അങ്ങനെ ഏത് പേരിനോട് അബ്ദു ചേർത്തുകൊണ്ടും വിളിക്കുന്ന പേരുകൾ നല്ലത് തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പ്രത്യേകമായി ഏറ്റവും ബഹുമാനമുള്ള പേര് പഠിപ്പിക്കുമ്പോൾ അഫ്ളലുൽ അസ്മാഇ, പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പേര് അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമാണെന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ റഹ്മാൻ എന്ന പേര് ആർക്കും വിളിക്കാൻ പാടില്ല, അല്ലാ എന്ന പേര് ആർക്കും വിളിക്കാൻ പാടില്ല. അതേസമയത്ത് അബ്ദുള്ള അല്ലാഹുവിന്റെ അടിമ, അബ്ദുറഹ്മാൻ റഹ്മാനിന്റെ അടിമ, ഈ അർത്ഥത്തിലുള്ള പേര് വളരെ ബഹുമാനമുള്ള പേരും ആണ്. അതേസമയത്ത് റഹീം, കരീം ഇങ്ങനെയുള്ള പേരുകളും അള്ളാഹുവിന് ഉണ്ട്. പക്ഷേ ആ പേര് മറ്റുള്ളവർക്കും വിളിക്കുന്നതിന് കുഴപ്പം ഇല്ല. ഒരാൾക്ക് വെറും റഹീം എന്നൊരാൾ പേര് വെച്ചാൽ കുഴപ്പം ഇല്ല. കരീം എന്ന് മാത്രം പേര് വെച്ചാൽ അതിന് കുഴപ്പം ഇല്ല. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീം എന്ന് പേര് വെച്ചിട്ടുണ്ട്. അതാണ് സൂറത്തു തൗബയുടെ അവസാനത്തിൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് റഊഫ്, അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് റഹീം. ഈ രണ്ട് പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വെച്ചിരിക്കുന്നു. അപ്പൊ റഊഫ് എന്ന പേരും റഹീം എന്ന പേരും സൃഷ്ടികൾക്ക് നല്ലത് ചെയ്യുന്നവർക്ക്, ദയയുള്ളവർക്ക്, കാരുണ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ അവനവന്റെ കുട്ടികൾക്ക് വെക്കുന്നതിന് കുഴപ്പം ഇല്ല. അല്ലാഹു തന്നെ അവന്റെ പരിശുദ്ധ ഖുർആനിൽ, നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അവരുടെ വിശേഷണം പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. ഈമാനുള്ള ജനങ്ങൾ അവർ പരസ്പരം കാരുണ്യമുള്ളവരാണ്, അവർ പരസ്പരം റഹീമുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റഹീം എന്ന പേര് പോലെ അല്ല റഹ്മാൻ എന്ന പേര്. റഹീം എന്നൊരാൾക്ക് പേര് വെച്ചാൽ കുഴപ്പം ഇല്ല, റഹ്മാൻ എന്ന് പേര് വിളിക്കാൻ പാടില്ല. അത് അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അബ്ദു കൂട്ടി അബ്ദുർ റഹ്മാൻ എന്ന് വിളിച്ചാൽ ഉത്തമമായ പേരാണ്. അബ്ദുള്ള എന്ന് വിളിച്ചാലും വളരെ ഉത്തമമായ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുള്ള എന്ന പേര് ഉണ്ട്. മുഹമ്മദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രശസ്തവും ബൃഹത്തായ പേരാണ്. ആ പേരിന്റെ അർത്ഥം ഏറ്റവും സ്തുതിക്കപ്പെടുന്ന ആള് എന്നാണ്. കഴിഞ്ഞ വർഷം നാം പാറക്കടവിൽ വെച്ച് മദ്ഹുർ റസൂൽ പ്രഭാഷണം 2 ദിവസം നടത്തിയപ്പോൾ അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ വേറെയും ഒരുപാട് പേരുകൾ, അള്ളാഹുവിന്റെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇട്ടതിനെ സംബന്ധിച്ച് ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ CD ഇറങ്ങുമ്പോൾ കേൾക്കാത്തവരൊക്കെ വാങ്ങി കേൾക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതേസമയം കഴിഞ്ഞ കൊല്ലം ഇവിടെ നാം സൂറത്ത് യാസീൻ 7 ദിവസം സംസാരിച്ചിരുന്നു. അതിന്റെ CD 13 CD ലഭ്യമാണ്. അതിന്റെ പുറമെ മുമ്പ് നമ്മൾ പ്രസംഗിച്ച എല്ലാ പ്രസംഗങ്ങളിലും CD-ക്ക് പുറമെ DVD ആയി, അതുപോലെ തന്നെ DVD ആയും CD ആയി, അതിന്റെ പുറമെ ചെറിയ സംഖ്യക്ക് 6-7 ദിവസത്തെ പ്രസംഗം ഒന്നായിട്ട് വാങ്ങാൻ 10-25 ഉറുപ്പിക കൊടുത്താൽ വാങ്ങാനുള്ള സംവിധാനം അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങി കേൾക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നു. അതിന്റെ പുറമെ സമഗ്രതയ്ക്ക് ഇസ്ലാം സമസ്ത ഉലമാ കോൺഫറൻസിൽ വിനീതനായ ഞാൻ തന്നെ സമസ്തയുടെ നാൾ വഴികൾ പ്രസംഗിച്ചതും മുസ്ലിം ഉമ്മ ധർമ്മ മുന്നേറ്റം എന്ന നിലക്ക് പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഉലമാ കോൺഫറൻസിൽ 10,000-ഓളം പണ്ഡിതന്മാരെ നിർത്തി അന്ന് നടത്തിയ ക്ലാസും അതൊക്കെ CD ഉണ്ട്. അതൊക്കെ വാങ്ങിക്കേൾക്കാം എന്ന് അറിയിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിക്കുന്നു. സൂറത്തുർ റഹ്മാൻ അത് മക്കയിൽ വെച്ച് അവതരിച്ചിട്ടുള്ള ഒരു സൂറത്താണ്. അഥവാ മക്കയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ മക്കാ ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സമയത്ത് അവതരിച്ചതാണ്. അതുകൊണ്ടാണല്ലോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട സഹാബത്ത് പറഞ്ഞേച്ച് അദ്ദേഹം സ്വമേധയാ പോയി സൂറത്തുർ റഹ്മാൻ ഓതി കേൾപ്പിച്ചപ്പോൾ മുശ്രിക്കുകൾ അതാ വിഷമിപ്പിച്ചത്. സാധാരണയായി മക്കി, മദനി എന്ന പേരിൽ സൂറത്തുകൾ വിവരിക്കാറുണ്ട്.
മക്കി എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ചതും മദനി എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് ശേഷം അവതരിച്ചതുമായ സൂറത്തുകൾക്കാണ് പറയാറുള്ളത്. ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു വന്നത് ആ സൂറത്തുർ റഹ്മാനിലെ ഏറ്റവും വലിയ പ്രമേയം എന്താണ്? ഏറ്റവും വലിയ വിഷയം മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സംസ്കരിക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ അഹങ്കാരിയാകാതെ, മനുഷ്യൻ അസൂയക്കാരനാകാതെ, മനുഷ്യൻ തീവ്രവാദിയാകാതെ, ഭീകരവാദിയാകാതെ, വർഗീയവാദിയാകാതെ, മനുഷ്യൻ നാശമുണ്ടാക്കുന്നവനാകാതെ, മനുഷ്യൻ സമാധാനിയും സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും അതേ കൈമുതലാക്കി ജീവിക്കുന്നവനാകാനും മനുഷ്യൻ എല്ലാവിധത്തിലും സംസ്കരിക്കപ്പെടാൻ ആവശ്യമുള്ളത് അള്ളാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് എത്തുക എന്നതാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിച്ചത്, മൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ. അത് മാത്രം പോരാ, അവൻ നല്ല കാര്യം പ്രവർത്തിക്കുന്നവനുമാകണം. അവൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അതോടുകൂടെ നല്ല കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, ഇന്നനീ മിനൽ മുസ്ലിമീൻ, നിശ്ചയമായും ഞാൻ അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരിൽപ്പെട്ടവനാണ്. ഞാൻ സമാധാനിയാണ്, ഞാൻ ഒതുക്കമുള്ളവനാണ്, ഞാൻ വണക്കമുള്ളവനാണ്, ഞാൻ അനുസരണമുള്ളവനാണ്. ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത കക്ഷിയല്ല, ആരെയും വിലവെക്കാത്തവനല്ല. ഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ അർ-റഹ്മാൻ സൂറത്തിന്റെ നേരെ മുമ്പത്തെ സൂറത്ത് ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, സൂറത്തുൽ ഖമറാണ്. ആ സൂറത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അബൂജഹലും കക്ഷികളും വന്നിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഓ മുഹമ്മദേ, നീ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനല്ല എന്നാണ് പറയുന്നതെങ്കിൽ നീ ഒരു തെളിവ് കാണിക്കൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായം തന്നെ കൊടുത്തത് കാണാം. ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുരിയഹും ആയ. ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ് കാണിച്ചു തരൂ എന്ന് മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഫഅറാഹും ഇൻശിഖാഖൽ ഖമരി, ചന്ദ്രനിലേക്ക് ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ സൂറത്തുൽ ഖമർ എന്ന പേരിൽ ഇറക്കി. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. അതാ ഖിയാമത്ത് നാൾ അടുത്തെത്തിപ്പോയി, ചന്ദ്രൻ പിളർന്നുപോയി. അതേ അന്ത്യനാളിൽ അയക്കപ്പെടുന്ന അവസാനത്തെ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി വന്നു. ആ നബി തങ്ങളുടെ കൈകൊണ്ട് ചൂണ്ടിയിട്ട് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ഖമറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിളർപ്പ് കൊടുത്തതിനെ പറ്റി പറയുന്ന ഈ സൂറത്ത്, ആ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹുവിന്റെ ആധികാരികത, അല്ലാഹുവിന്റെ മഹത്വം വിളിച്ചു പറയുന്ന ആയത്തുകളുണ്ട്. ആ ആയത്തുകളൊക്കെയും അല്ലാഹുവിന്റെ അധികാരത്തെയും അവന്റെ ഗാംഭീര്യത്തെയും അറിയിക്കുന്ന ആയത്തുകളാണ്. ആ സൂറത്തിന്റെ സൂറത്തുൽ ഖമറിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ
ഇൻദ മലീകിൻ മുഖ്തദിർ, കഴിവുള്ളവനായ അധിപനായ അല്ലാഹുവിന്റെ അടുക്കൽ എന്ന വാചകമാണ് ആ സൂറത്തിന്റെ അവസാനം പറഞ്ഞത്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിനെ സംബന്ധിച്ചും അതുപോലെ മേൽഭാഗത്തുള്ള ഖമർ തുടങ്ങിയ വിഷയങ്ങളിൽ നടന്ന അവന്റെ അധികാരത്താൽ നടന്ന സംഭവങ്ങളും പറഞ്ഞതിനാൽ അടുത്ത സൂറത്ത് അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയാനുള്ള തുടക്കമാണ്. അതാണ് ആദ്യം തന്നെ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഒന്നുകൂടി പറയട്ടെ, അതുകൊണ്ടാണ് ഫബി ഐ ആലാഇ റബ്ബികുമാ തുകദിബാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ സംബന്ധിച്ച് പിന്നീട് വിവരിക്കുന്നുണ്ട്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് ആവർത്തിച്ച് പറഞ്ഞൊരായത്താണത്. ഫബി ഐ ആലാഇ റബ്ബികുമാ തുകദിബാൻ. പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഇങ്ങനെ പറഞ്ഞിട്ട് അതിലേതാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് മനുഷ്യരോടും ജിന്നുകളോടും ചോദിക്കുന്നൊരു ചോദ്യമാണത്. അല്ലാഹുവിലേക്ക് മനുഷ്യ ഹൃദയത്തെ ക്ഷണിക്കുന്നു, ജിന്നുകളെ ക്ഷണിക്കുന്നു, സൃഷ്ടികളെ ക്ഷണിക്കുന്നു, അല്ലാഹുവിലേക്കുള്ള ചിന്തയിലേക്ക് ക്ഷണിക്കുന്നു. അവന്റെ കാരുണ്യങ്ങൾ, അവന്റെ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ക്ഷണമാണ്. അതാണ് തുടക്കം തന്നെ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ആദ്യം തന്നെ പറയുന്ന വാചകം വിപുലവും വിശാലവുമായി സർവ സൃഷ്ടികൾക്കും മഹത്തായ അനുഗ്രഹം നൽകുന്നവൻ എന്നാണല്ലോ. ഈ വാചകം മാത്രം ഗ്രഹിച്ചാൽ പിന്നെ രാജ്യത്ത് സംഘട്ടനത്തിന് വകുപ്പില്ല, രാജ്യത്ത് കുഴപ്പത്തിന് വകുപ്പില്ല, വർഗീയതക്ക് വകുപ്പില്ല. അതേ ഖുർആനിന്റെ ഈ ഒരൊറ്റ വാചകം, ഈ ഒരൊറ്റ നാമം അത് മനസ്സിലാക്കിയാൽ പിന്നെ വർഗീയതക്ക് വകുപ്പില്ല, തീവ്രവാദത്തിന് വകുപ്പില്ല, ഭീകരവാദത്തിന് വകുപ്പില്ല. അല്ലാഹുവിനെ സംബന്ധിച്ചവൻ പരിചയപ്പെടുത്തുന്നത് അർ-റഹ്മാൻ, അല്ലാഹ് റഹ്മാനാണ്. നമ്മൾ പഴയ കാലത്ത് 10 കിതാബ് ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്രസയിൽ വന്ന് തുടങ്ങിയ കാലത്ത് റഹ്മാൻ എന്ന വാക്കിന് നമ്മളെ ഉസ്താദുമാര് വെച്ചു തന്ന മാന തന്നെ ദുന്യാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അത് തന്നെയാണ് ഞാൻ അതേ വിപുലവും വിശാലവുമായ നിലക്ക് സർവ സൃഷ്ടികൾക്കും അനുഗ്രഹം ചെയ്യുന്നവൻ എന്ന് ഞാൻ പറഞ്ഞതും അതാണ്. സർവ സൃഷ്ടികൾക്കും എന്ന് പറയുമ്പോൾ പടച്ചവന്റെ കാരുണ്യം, പടച്ചവന്റെ അനുഗ്രഹം വെറും നിസ്കരിക്കുന്നവന് മാത്രമല്ല, നോമ്പെടുക്കുന്നവന് മാത്രമല്ല, മുസ്ലിമിന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തുകാരന് മാത്രമല്ല, ഏതെങ്കിലും ഒരു സംഘടനക്കാരന് മാത്രമല്ല, ഒരു മതക്കാരന് മാത്രമല്ല, ഒരു പഞ്ചായത്തിലോ ഒരു താലൂക്കിലോ ഒരു മണ്ഡലത്തിലോ ഒരു ജില്ലയിലോ ഒരു സ്റ്റേറ്റിലോ ഒരു രാഷ്ട്രത്തിലോ അതേ ആകാശത്തിലോ ഭൂമിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒതുങ്ങുന്നതല്ല അർ-റഹ്മാൻ. മുസ്ലിമിനും അമുസ്ലിമിനും, മുസ്ലിമിനും അമുസ്ലിമിനും, നല്ലത് ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്ന രാജാവാണ് അല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, ഈ ഒരു നാമത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ ഒരാൾക്കും മറ്റൊരാളോട് അസൂയക്ക് വകുപ്പില്ല. കാരണം ആർക്കും കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഒരിക്കലും തന്നെ അഹങ്കാരത്തിന് വകുപ്പില്ല. കാരണം എന്റേതായി എന്റെ കയ്യിലൊന്നുമില്ല, ഞാനുമില്ല, എല്ലാം റഹ്മാനായ അല്ലാഹു തന്നതാണ്. എനിക്ക് അല്ലാഹു ജല്ല ജലാലുഹു എന്തെങ്കിലും ഒരനുഗ്രഹം തന്നാലോ ആ അനുഗ്രഹം കിട്ടിയതിന്റെ പേരിൽ ഞാനൊരു നല്ലവനാണെന്നതിനത് തെളിവല്ല, ഞാനൊരു നല്ലവനാണെന്നതിനത് തെളിവല്ല, ആർക്കും അത് തെളിവല്ല.
ഒരു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ സാമ്പത്തികമായി അല്ലാഹു കൊടുക്കുന്നു. തൊട്ടതെല്ലാം പൊന്നാണ്. അതിന്റെ പേരിൽ ഞാനൊരു നല്ലവനാണെന്നോ ഞാൻ പടച്ചവന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടവനാണെന്നോ എന്നതിനത് തെളിവല്ല. ഒരു മനുഷ്യൻ അല്ലാഹു വലിയ ഇൽമു കൊടുക്കുന്നു. അങ്ങനെ ഇൽമു കിട്ടിയതിനാൽ ഞാൻ രക്ഷപ്പെട്ടുവെന്ന് ഒരാലിമിനും വിശ്വസിക്കാൻ വകുപ്പില്ല. മറ്റൊരാൾക്ക് അതാ അദ്ദേഹത്തിന്റെ സദസ്സിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. അതിന്റെ പേരിൽ ഞാൻ പടച്ചവന്റെ അടുക്കൽ നല്ലവനാണ് എന്നതിന് തെളിവല്ല. ഒരു മനുഷ്യന് കുറെ നല്ല കാര്യം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അതിന്റെ പേരിലും ഞാനൊരു പടച്ചവന്റെ അടുക്കൽ അംഗീകാരമുള്ളവനാണെന്നതിന് അതും തെളിവല്ല. അതുകൊണ്ടാ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, സാധാരണക്കാരെ കാണുമ്പോ നിങ്ങളെ മനസ്സിൽ വിനയം വേണം. സാധാരണക്കാരനെ കാണുമ്പോ നിങ്ങൾ ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? പടച്ച റബ്ബേ, വിവരമുള്ളതോടുകൂടെ തെറ്റ് ചെയ്ത പണ്ഡിതനല്ലേ ഞാൻ, നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ? അതേസമയത്ത് ഈ സാധാരണക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വിവരമില്ലാതെ ചെയ്തു പോയവനല്ലേ, നീ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്താലോ? അതുകൊണ്ട് ഒരു പക്ഷേ എന്നേക്കാൾ നിന്റെ അടുക്കൽ നല്ലവൻ ഈ സാധാരണക്കാരനാകാം. പണ്ഡിതന്മാരങ്ങനെ ചിന്തിക്കണം, സാധാരണക്കാര് ചിന്തിക്കണം. പടച്ച റബ്ബേ, ഈ പണ്ഡിതൻ വളരെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് നീ വിവരം കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്കതും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ സാധാരണക്കാരൻ ചിന്തിക്കണം. പ്രായമുള്ളവര് കുട്ടികളെ കാണുമ്പോൾ ചിന്തിക്കണം, അല്ലാഹുവേ, ഈ കുട്ടിക്ക് 18 വയസ്സാണെങ്കിൽ ഒരു 2-3 കൊല്ലത്തെ തെറ്റ് മാത്രമല്ലേ നിന്റെ കോടതിയിൽ അവൻ വിചാരണയ്ക്ക് നേരിടേണ്ടി വരുന്നുള്ളൂ. ഞാനൊരു 80 വയസ്സുള്ള ഞാൻ ഈ എത്ര കൊല്ലത്തെ തെറ്റിനെ കുറിച്ച് നിന്നോട് പറയേണ്ടി വരും? ചെറുപ്പക്കാരൻ പ്രായമുള്ളവനെ കാണുമ്പോൾ ചിന്തിക്കണം, പടച്ച റബ്ബേ, 80 വയസ്സുള്ള ഈ മനുഷ്യൻ ഇപ്പൊ മരിച്ചാൽ അദ്ദേഹത്തിന് 10-70ഓളം കൊല്ലത്തെ ഇബാദത്ത് സമ്പാദ്യമുണ്ടല്ലോ. 18 വയസ്സുള്ള ഞാനിപ്പോൾ മരിച്ചാൽ എന്റെ കയ്യിൽ വളരെ ചെറിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് പ്രായമുള്ളവനോട് ബഹുമാനം വേണം. പിന്നെയും പറഞ്ഞു ഇമാം ഗസ്സാലി റഹിമഹുല്ലാ, ഒരൊറ്റ അമുസ്ലിം സഹോദരനെ സംബന്ധിച്ചും അതാ നീ അവൻ നരകത്തിലാണെന്ന് ഒരു വ്യക്തിയെ കുറിച്ച് നീ വിധിക്കാൻ പാടില്ല. അവൻ പരാജയപ്പെട്ടവനാണെന്ന് വിധിക്കാൻ പാടില്ല. ഒരമുസ്ലിം സഹോദരൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നീ അദ്ദേഹം പരാജയപ്പെട്ടവനാണെന്ന് വിധിക്കാൻ പാടില്ല. ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ വിജയിച്ചവനാണെന്നും വിധിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? മനുഷ്യന്റെ യഥാർത്ഥ വിജയ പരാജയം ആഖിബത്ത് നന്നാകുന്നതിലൂടെയാണ്, അവസാനം നന്നാകുന്നതിലൂടെയാണ്. അറിയില്ലല്ലോ, ഇപ്പോൾ ഈമാനില്ലാത്ത ഈ മനുഷ്യൻ അഥവാ ഭാവി കാലത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് ഈമാൻ കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിലെത്തിച്ചാലോ? നിന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഖൈസ് റളിയല്ലാഹു അൻഹു വന്ന് ഖുർആൻ കേട്ടിട്ട് അതേ സദസ്സിൽ വെച്ച് മുസ്ലിമായില്ലേ? ആദ്യം അമുസ്ലിമല്ലേ, ഈമാൻ കിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ ഒരൊറ്റ അമുസ്ലിമിനെയും നീ നിസ്സാരപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം പരാജയപ്പെട്ടവനാണെന്ന് നീ വിധിക്കേണ്ടതില്ല. കാരണം അവസാനം എങ്ങനെയെന്ന് നിനക്കറിയില്ല. പാരത്രിക ലോകത്തെക്കുറിച്ചാണ് ഈ ചർച്ച. ഭൗതിക ലോകത്ത് പിന്നെ അല്ലാഹു റഹ്മാനായതുകൊണ്ട് ആർക്കും കൊടുക്കുന്നവനാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ സമയത്ത് നിനക്കറിയില്ലേ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്നൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ചെറുതല്ല. ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് അതാ വിവരം പറഞ്ഞിരുന്ന പണ്ഡിതനാണ്. എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ എന്ന് മഹാനായ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ കള്ള കൊടുത്ത പവർ പറഞ്ഞില്ലേ, ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് വായിക്കാൻ എനിക്ക് കഴിയും. ആ നിലക്കുള്ള സ്ഥാനം ലഭിച്ചിരുന്ന പണ്ഡിതനായിരുന്നു ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന പണ്ഡിതൻ.
പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു, വതുലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു അശ്ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ വലൗ ശിനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാഹു ഫമസലുഹു കമസലിൽ കൽബി ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ് ദാലിക മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. നബിയെ പറഞ്ഞു കൊടുക്കൂ, വലിയ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കൊടുത്തിരുന്നൊരു പണ്ഡിതൻ. ആ പണ്ഡിതൻ പിശാചി അവനെ അങ്ങോട്ട് തുടരുന്ന വിധത്തിൽ പിഴച്ചുപോയി. സുബ്ഹാനല്ലാഹ്, അവൻ നായയെ പോലെയായി പോയി എന്ന് ഖുർആൻ പറഞ്ഞു. ബൽഅമുബ്നു ബഅൂറ ആണ്. അവൻ എന്തേ സംഭവിച്ചത്? അവൻ ദുന്യാവിനെ സ്നേഹിച്ചപ്പോൾ സ്വർണത്തിന്റെ കട്ടികൾ സ്വന്തം ഭാര്യയുടെ സമീപത്ത് നാട്ടുകാര് കൈക്കൂലിയായി കൊണ്ടുകൊടുത്തത് കണ്ടപ്പോൾ അല്ലാഹു ബഹുമാനിച്ച മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ അവൻ പ്രാർത്ഥനക്കൊരുങ്ങി. അല്ലാഹു ബഹുമാനിച്ചവർക്കെതിരെ ഒരു മനുഷ്യന്റെ മനസ്സ് നീങ്ങുമ്പോൾ അവന്റെ ഹിദായത്തിന്റെ വെളിച്ചം പോയി പോകാൻ സാധ്യതയാണ്. വെളിച്ചം പോയി പോകൽ പലപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ബൽഅമൂനു ബഅൂറ മൂസാ നബിക്കെതിരെ സംസാരിച്ചപ്പോൾ അവന്റെ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു ഊരിക്കളഞ്ഞു. അവൻ ഈമാനില്ലാതെ ജീവൻ പോയി. ഖുർആൻ ഇത് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എന്റെ ആഖിബത്ത് എങ്ങനെയാണെന്ന് നേരത്തെ തന്നെ പറയാനൊക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഏത് മനുഷ്യന്റെ ഖൽബും ഖൗഫിന്റെയും റജാഇന്റെയും ഇടയിൽ, അഥവാ അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയും അല്ലാഹു എന്നെ രക്ഷപ്പെടുത്താതെ ശിക്ഷിച്ചാലോ എന്ന പേടിയുടെയും ഇടക്കായിട്ടായിരിക്കണം ഒരു മോമിനായ മനുഷ്യന്റെ ഖൽബ് നിൽക്കുന്നത്. അഹങ്കാരത്തിന് അവകാശമില്ല, ആഹ്ലാദത്തിന് അവകാശമില്ല, അമിതമായ ആഹ്ലാദത്തിന് വകുപ്പില്ല. എങ്ങനെയാണ് ആഖിബത്തെന്ന് അറിയാൻ സാധിക്കുന്നില്ല. പടച്ച റബ്ബേ, നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, സൂറത്തുർ റഹ്മാനിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ എല്ലാ സിഫത്തുകളുടെയും ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെയും ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയും. അപ്പൊ അർ റഹ്മാൻ എന്ന വാചകം അത് എല്ലാവർക്കും കൊടുക്കുന്നവൻ അല്ലാഹയാണെന്ന് നമ്മെ അറിയിക്കുന്നു. അപ്പോൾ പിന്നെ മുസ്ലിമിനും അമുസ്ലിമിനും കൊടുക്കുന്നത് അല്ലാഹയാണ്. അതേ, ഏകദൈവ വിശ്വാസിയായ മുവഹിദായ മനുഷ്യനും ബഹുദൈവ വിശ്വാസിയായ മുശ്രിക്കായ മനുഷ്യനും, അതേ ലോകത്തിന് സൃഷ്ടാവുണ്ടെന്ന് പറയുന്ന ദൈവവിശ്വാസിക്കും ഇല്ല, സൃഷ്ടാവ് തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിക്കും, ഏത് അക്രമം ചെയ്യുന്നവനും എല്ലാം കൊടുക്കുന്ന രാജാവ് അല്ലാഹ് തന്നെയാണ്. അല്ലാഹ് റഹ്മാനാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കുമ്പോ മുത്തഖിയായ മനുഷ്യനാകണമെന്ന് പടച്ചവന് നിബന്ധനയില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കുമ്പോ അതേ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പടച്ചവന് നിബന്ധനയില്ല. വലിയ പണക്കാരനാക്കുമ്പോ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാകണം എന്ന് പടച്ചവന് നിബന്ധനയില്ല. എത്ര വലിയ പണവും ധനവും എത്ര വലിയ അധികാരവും അല്ലാഹു തആല എല്ലാ കക്ഷികൾക്കും കൊടുത്തേക്കും. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവാണ്. ഏറ്റവും വലിയ പണക്കാരനാണ്. ഒന്നിനും ഒരു വിഷമവും ഇല്ല. പക്ഷേ അവിടുന്ന് അല്ലാഹുവിന്റെ നബിയാണ്, റസൂലാണ്, ഉന്നത സ്ഥാനമുള്ള ആത്മീയ നേതാവാണ്. അതുപോലെ തന്നെ ദുൽഖർനൈനിൽ ഇസ്കന്ദർ റളിയല്ലാഹു അൻഹു വലിയ ഭരണാധികാരിയാണ്, വലിയ സ്ഥാനമുള്ള ആളാണ്. സുഹൃത്തുക്കളെ, അതേ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം
അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലിട്ടിരുന്ന നുമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി, അവനും ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊടുക്കുന്ന രംഗത്ത് വിവേചനം ഇല്ല. ഇവിടെ അല്ലാഹ്ക്ക് വഴിപ്പെടുന്നവർക്കും കൊടുക്കും, വഴിപ്പെടാത്തവർക്കും കൊടുക്കും, അല്ലാഹ് അംഗീകരിച്ചവർക്കും കൊടുക്കും, അല്ലാഹ് തള്ളിക്കളഞ്ഞവനും കൊടുക്കും. അതുകൊണ്ട് ഒരാൾക്കും തന്നെ എന്ത് കിട്ടിയാലും ഞാനൊരു നല്ലവനാണെന്ന് ഈ ദുനിയാവിൽ കിട്ടുന്ന ഒരു സംഗതി കൊണ്ടും വിധിക്കാൻ നിവൃത്തിയില്ല, അഹങ്കരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ആർക്കല്ല എന്ത് കൊടുത്താലും അതിന്റെ പേരിൽ ഒരൽപ്പവും അസൂയക്കും നിവൃത്തിയില്ല. അല്ലാഹ് അവന്റെ അധികാരമനുസരിച്ച് ആർക്ക് കൊടുത്തോ അത് മുഴുവനും അംഗീകരിക്കുന്നവനാണ് മുഅ്മിൻ. അല്ലാഹ് ആർക്ക് കൊടുത്താലും അംഗീകരിക്കണം. അതിന് നമുക്കൊരു പ്രതിഷേധം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു പ്രതിഷേധം നമ്മുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ അത് പടച്ചവനെ കൊച്ചാക്കലാണ്. നമ്മൾ അല്ലാഹുവിനെക്കാളും വിവരമുണ്ടെന്ന് നടിക്കുന്നതിന്റെ ഒരു ധാരണയാണത്. അതുകൊണ്ട് അസൂയ ഒരു മനുഷ്യനുണ്ടാകാതിരിക്കാൻ, അഹങ്കാരം ഒരു മനുഷ്യനുണ്ടാകാതിരിക്കാൻ അർ-റഹ്മാൻ എന്ന പേരിന്റെ, ആ നാമത്തിന്റെ, ആ വിശേഷണത്തിന്റെ മഅന മനുഷ്യനെ ക്ഷണിക്കുന്നു. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. പടച്ചവന്റെ കാരുണ്യം, ഞാനത് അർ-റഹ്മാനിർ റഹീം എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്ത് വിവരിക്കുമ്പോ ഒരു ദിവസം അത് മാത്രം നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാനതിലേക്ക് ഇനിയും കടക്കുന്നില്ല. അല്ലാഹുവിന്റെ കാരുണ്യം മറ്റുള്ളവരുടെ കാരുണ്യം പോലെയല്ല. എനിക്കെന്റെ ബാപ്പയുടെ കാരുണ്യം ലഭിച്ചിട്ടുണ്ട്. എന്റെ കാരുണ്യം എന്റെ മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ എന്റെ മക്കൾക്ക് എന്റെ കാരുണ്യം ലഭ്യമാക്കുന്നത് എനിക്ക് ആ മക്കൾ മുഖേന ദുനിയാവിലും ആഖിറത്തിലും കാര്യം കിട്ടാനാണ്. എന്റെ ബാപ്പയ്ക്ക് എന്നെ കൊണ്ട് കാര്യം കിട്ടണം, ദുനിയാവിലും ആഖിറത്തിലും കിട്ടണം എന്ന് ഉദ്ദേശമുണ്ടാകും, സ്വാഭാവികമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ മരിച്ചുപോയവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തും ബറക്കത്തും സിഹത്തും തഖ്വയും ദീർഘായുസ്സും നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, സ്വാഭാവികമാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് എനിക്ക് കാര്യം കിട്ടാനാണ്. നിങ്ങളൊക്കെ പ്രസംഗം കേട്ടാൽ ആ വകയിൽ എന്റെ രാജാവായ റബ്ബിൽ നീ എനിക്ക് പ്രതിഫലം കിട്ടണം. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടാനാണ്. അപ്പോ നമ്മളൊക്കെ ഒരു കാര്യം ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരുന്നത് എന്നോട് ചെയ്യുന്ന ഒരു ഉപകാരമാണ്. ഞാനിവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്കും ഉപകാരമാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് കാര്യം കിട്ടണമെന്ന ചിന്ത സ്വാഭാവികമാണ്. പക്ഷെ അല്ലാഹു തആല അങ്ങനെയല്ല. അല്ലാഹുവിന് നമ്മളെ കൊണ്ടൊരു കാര്യവും കിട്ടേണ്ടതില്ല, കിട്ടാനുമില്ല. നമുക്കൊന്നും അല്ലാഹ്ക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അവനൊന്നിന്റെയും ആവശ്യമില്ല. അപ്പൊ ഗനിയ്യുൻ അനിൽ ആലമീൻ, സർവ്വലോകത്തിൽ നിന്നും ഐശ്വര്യമുള്ള രാജാവിന് നമ്മൾ അങ്ങോട്ടെന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്ത അനുഗ്രഹമല്ല. അവന്റെ അനുഗ്രഹം പ്യൂർ അനുഗ്രഹമാണ്, പ്യൂർ കാരുണ്യമാണ്. അങ്ങോട്ടെന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഉള്ളതല്ല. നമ്മക്കങ്ങോട്ട് ചെയ്യൽ കടപ്പാടുണ്ടത് വേറെ വിഷയമാണ്. ചെയ്യണമെന്ന് കൽപ്പനയുണ്ട്. അത് അവനെ അനുസരിക്കുന്നവരെയും അനുസരിക്കാത്തവനെയും പരീക്ഷിക്കാനാണ്. അല്ലാഹുവിന് നമ്മൾ ഒന്ന് ചെയ്തിട്ടും ഒരു കാര്യവും കിട്ടാനില്ല. സക്കാത്ത് കൊടുക്കണമെന്ന് അല്ലാഹ് പറഞ്ഞു. പടച്ചവൻ അതുകൊണ്ട് എന്താ കാര്യം? അത് പാവപ്പെട്ടവനല്ലേ കാര്യം കിട്ടുന്നത്, അല്ലേ? പള്ളി ഉണ്ടാക്കണം എന്ന് അല്ലാഹ് പറഞ്ഞു. അതിന് പണിയെടുക്കുന്നവർക്കല്ലേ കൂലി കിട്ടുന്നത്. അതിന് സാധനഭാവം കച്ചവടക്കാർക്കല്ലേ ലാഭം കിട്ടുന്നത്. അല്ലാഹ്ക്ക് എന്താ കാര്യം? സുഹൃത്തുക്കളെ, നമ്മൾ സുജൂദ് ചെയ്തു, റുക്കൂ ചെയ്തു. അല്ലാഹ്ക്ക് എന്താണ് അതുകൊണ്ട് കാര്യം? നമുക്കല്ലേ വ്യായാമം കിട്ടുന്നത്, നമുക്കല്ലേ ആരോഗ്യം കിട്ടുന്നത്. അല്ലാഹ്ക്ക് നമ്മൾ കുനിഞ്ഞിട്ടെന്താ കാര്യം? നിവർന്നിട്ടെന്താ കാര്യം? അതേസമയത്ത് നമ്മൾ കുറെ നിസ്കരിച്ചാൽ നല്ല വ്യായാമം കിട്ടും. ഷുഗറിന്റെ അസുഖത്തിന് വളരെ വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഗുണങ്ങൾ ഉണ്ടാകും. അല്ലാഹ്ക്ക് എന്താ കാര്യം? അപ്പൊ അല്ലാഹുവിന് ഒരാളുടെയും ആവശ്യമില്ല, ഒന്നിലേക്കും ആവശ്യമില്ല. അല്ലാഹുവിലേക്ക് ആശ്രയമില്ലാത്ത ഒരു സൃഷ്ടിയും ഇല്ല. അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് അതിനോട് തുലനം ചെയ്യാൻ, ഒപ്പിച്ച് പറയാൻ ലോകത്തൊരാളെ കാരുണ്യവുമില്ല. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. അവൻ ചെയ്ത ചില അനുഗ്രഹങ്ങൾ അവൻ എണ്ണി പറയുകയാണ്.
ഒന്നാമതായി പറയുന്നത് ഈ സൂറത്തിൽ എന്താണ്? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. റഹ്മാനായ അല്ലാഹ് അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഇങ്ങനെ അല്ലാഹ് പറയാൻ പല കാരണങ്ങളും ഉണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോ വിവരമില്ല മക്കാ നിവാസികളായ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഇന്നമാ യുഅല്ലിമുഹു ബശർ, ഇതേതോ ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്തതാണ് മുഹമ്മദിന്. എങ്ങനെ പറയാൻ കാരണം? അവർക്ക് തന്നെ അറിയാം 40 വയസ്സ് വരെ അവിടുന്ന് എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല. 40 വയസ്സായതിന് ശേഷമാണ് ഒരു പലകയുടെ മേലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് എഴുതിക്കൊണ്ടുവന്നിട്ട് ആ എഴുത്തുള്ള പലക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചിട്ട് ഇഖ്റ വായിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് കുട്ടിക്കാലത്ത് പഠിച്ചതാണെന്ന് പറയാൻ വകുപ്പില്ല. അപ്പൊ പിന്നെ അവർ പറഞ്ഞൊരു വാചകമാണ് ഇന്നമാ യുഅല്ലിമുഹു ബശർ, അതൊരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. അതിന് അല്ലാഹ് മറുപടി പറയുകയാണ്, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹുവാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു ഭാഗമാണ്. മറ്റൊന്ന് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ആർക്ക് എന്നവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് പഠിപ്പിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമെ പഠിപ്പിച്ചു. അങ്ങനെ തുടങ്ങി അതാ അവൻ ഉദ്ദേശിച്ചവർക്കെല്ലാം ഖുർആൻ അവൻ പഠിപ്പിച്ചു. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, അതേ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ഏറ്റവും നല്ല സംസ്കാരവും ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല ജീവിത രീതിയും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് പഠിപ്പിച്ചവൻ അല്ലാഹുവാണ്. അവനല്ലാതെ അതിന് സാധ്യമല്ല, അവനല്ലാതെ അതിന് അർഹതയില്ല. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ആ ഖുർആൻ ചിലർക്ക് മനഃപ്പാഠമാകുന്നു, ചിലർക്ക് മനഃപ്പാഠമാകുന്നില്ല. ചിലർക്ക് അതിന്റെ തഫ്സീറുകൾ പഠിക്കാൻ ഭാഗ്യം കിട്ടുന്നു, ചിലർക്ക് അതിന് സാധിക്കുന്നില്ല. ചിലർ സുബ്ഹാനല്ലാഹ് പഠിച്ചാൽ അവന് മനസ്സിൽ നിൽക്കുന്നില്ല. ഒക്കെ അധികാരം അല്ലാഹുവിനാണ്. റഹ്മാനു അല്ലമൽ ഖുർആൻ, അല്ലാഹു ജല്ല ജലാലുഹു അവനാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ അനുഗ്രഹം പറയുമ്പോ വലിയ വിഷയമായിട്ട് അല്ലാഹ് പറയല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആൻ പഠിപ്പിച്ചു. ഇവിടെ വെച്ച് എന്റെ സാധാരണക്കാരി മനസ്സിലാക്കണം, ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക്, ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക്, ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് പടച്ചവന്റെ അടുക്കൽ വലിയ ബഹുമാനമുണ്ട്. അവർ റബ്ബിന്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശമ്പളം വളരെ കുറവാണെങ്കിലും മദ്രസയിലെ മുഅല്ലിമിനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. മുസ്ലിമീങ്ങളെ, ഖുർആൻ ഓതിക്കൊടുക്കുന്ന, ഖുർആൻ വിവരിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ആദരിക്കൽ നമുക്ക് നിർബന്ധമാണ്. പക്ഷേ പഠിപ്പിക്കുന്നവരുടെ മനസ്സിൽ വേണം, ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു ദുഷ്പേര്, എന്നെ സംബന്ധിച്ച് ഒരു ദുഷിച്ച ഏതെങ്കിലും സ്വഭാവം, എന്നെ സംബന്ധിച്ച് എനിക്ക് ചേരാത്തൊരു കാര്യം പറഞ്ഞതോ ചെയ്തതോ സംഭവിച്ചാൽ അത് പരിശുദ്ധ ഖുർആനിനോട് ഞാൻ ചെയ്യുന്ന തെറ്റാണ്. കാരണം അത് ചുമന്ന് നടക്കുന്ന ഞാൻ, അത് പഠിപ്പിക്കുന്ന ഞാൻ,
തെറ്റ് ചെയ്യുമ്പോൾ അത് റബ്ബിന്റെ ഖുർആനിന് അതിന്റെ ദോഷം സംഭവിക്കും. അഥവാ ഖുർആനിനെ സംബന്ധിച്ചുള്ള മതിപ്പ് കുറയും, ഖുർആനുമായി ബന്ധപ്പെടുന്നവര് കുറയും. അതുകൊണ്ട് തന്നെ ഇൽമ് പഠിപ്പിക്കുന്ന ആലിമീങ്ങളും അതുപോലെ മുഅല്ലിമീങ്ങളുമൊക്കെ അവരുടെ ജീവിതം അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് മാത്രം ചെയ്യൽ അവർക്ക് കടപ്പാടാണ്. അതോടുകൂടെ സമൂഹം അവർക്ക് നല്ല വില നൽകുകയും അവർക്ക് നല്ല സ്ഥാനം നൽകുകയും ചെയ്യൽ സമൂഹത്തിനും നിർബന്ധമാണ്. ഏതായാലും പറഞ്ഞതുകൊണ്ട് ഒരു വാക്കുകൂടി പറയട്ടെ. ഞാൻ ആലിമീങ്ങൾ 10,000 പണ്ഡിതന്മാരെ നിർത്തി നേരത്തെ സമസ്തയുടെ ഉലമാ കോൺഫറൻസിൽ പ്രസംഗിച്ച CD വിതരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ പണ്ഡിതന്മാരോട് പറയേണ്ട വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ സാധാരണക്കാരറിയാൻ വേണ്ടി പറയുന്നു. അവിടെ പറഞ്ഞത് പണ്ഡിതന്മാര് ശമ്പളത്തിനല്ല ജോലി എടുക്കേണ്ടത്, സേവനമായിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ്. ഇവിടെ ഞാൻ പറയട്ടെ, എന്റെ പ്രസംഗം ഇവിടെ സദസ്സിൽ കേൾക്കുന്ന ധാരാളം സാധാരണക്കാരുണ്ട്. അതേപോലെ തന്നെ ജപ്പാനിലും അമേരിക്കയിലും ബ്രിട്ടനിലും യുഎഇയിലും ഒക്കെ ഇരുന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, പണ്ഡിതന്മാർക്ക് മാനമായ ശമ്പളം കൊടുക്കണം. മാനമായ ശമ്പളം കൊടുത്തില്ലെങ്കിൽ പണ്ഡിതന്മാർ കൈകാണിച്ച് യാചിക്കുന്നൊരവസ്ഥാവിശേഷം സമുദായത്തിലുണ്ടാകും. അപ്പോൾ ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് മാനമായ ശമ്പളം കൊടുക്കണം പണ്ഡിതന്മാർക്ക്. അതില്ലെങ്കിൽ അതിന്റെ ദോഷം നമ്മുടെ സമുദായം അനുഭവിക്കും. മാത്രമല്ല, പണ്ഡിതന്മാരാകാൻ പണ്ഡിതന്മാരുടെ മക്കൾ തന്നെ തയ്യാറാകാത്തൊരവസ്ഥാവിശേഷം നമ്മുടെ രാജ്യത്തൊക്കെ വന്നുപോയില്ലേ? അതിന്റെ കാരണം അതാ പണ്ഡിതനായവൻ സഹിക്കുന്ന ത്യാഗവും വിഷമവും കണ്ടിട്ടാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഉണരണം. പണ്ഡിതന്മാർക്ക് മാനമായ ശമ്പളം കൊടുക്കണം. ഏതെങ്കിലും ഒരു മദ്രസ കമ്മിറ്റിയിൽ ഒരു യോഗമുണ്ട്, ശമ്പള പരിഷ്കരണം ഇന്നത്തെ അജണ്ടയാണെങ്കിൽ ഒരിക്കലും വരാത്തവൻ നേരത്തെ തന്നെ വരുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ചർച്ച ഇങ്ങടുമ്പം തന്നെ കഴിഞ്ഞൊല്ലല്ലേ കൂട്ടിയത്, ഇക്കൊല്ലം കൂട്ടണമെന്നാ പറയുന്നത് മൂപ്പർ ആദ്യത്തെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, എത്ര കൂട്ടണം? ഒരു വിദേശത്ത് പോകുന്ന ചെറുപ്പക്കാരൻ ഒരു പക്ഷേ ആ മദ്രസയുടെ ശമ്പളം പകുതിയും കൊടുക്കുന്നത് അവനായിരിക്കും. അവൻ പറയുന്നു മുസ്ലിംമാർക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം, അവിടെ നന്നായിട്ട് വർദ്ധിപ്പിക്കണം എന്റെ അഭിപ്രായം. സുബ്ഹാനല്ലാഹ്, ഒരു മാസത്തെ ശമ്പളത്തിന് ഒരു മാസത്തത് പോലും കൊടുക്കാത്ത, ഒന്നും കൊടുക്കാൻ സാധിക്കാത്ത, വെറും ഈ കമ്മിറ്റിയിൽ മാത്രം പങ്കെടുക്കുന്ന മനുഷ്യനോട് തന്നെ ഒറ്റയടിക്ക് 500 കൂട്ടുന്നത്, 1000 കൂട്ടുന്നത്. പിന്നെ എത്രയാ കൂട്ടേണ്ടത്? ഡീസലിന് ഒരു കൊല്ലത്തിന് എത്ര വില കൂടി, പെട്രോളിന് എത്ര വില കൂടി, വസ്തുക്കൾക്ക് എത്ര വില കൂടി, പറമ്പിന് എത്ര വില കൂടി? ഇതിനെ സംബന്ധിച്ച് ഒന്നും ഇയാളെ തലയിൽ കയറുന്നില്ല. പണ്ഡിതന്മാർ യാചിച്ച് നടക്കണമെന്നൊരു ചിന്തയാണ്. ഈ ചിന്തയിൽ നിന്ന് സമുദായം കരകയറാത്ത കാലത്തോളം സമുദായത്തിന് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ സാധ്യമല്ല. പാണ്ഡിത്യമുള്ള ആളുകളെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ വളർത്തിയെടുക്കാനും പ്രയാസമാണ് കേട്ടോ. ഈ വിഷയത്തിൽ മുസ്ലിം സമുദായം ഉണരേണ്ടതുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യനെ അല്ലാഹു തആല പടച്ചു. അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ അല്ലാഹു തആല വിവരണം പഠിപ്പിച്ചു. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞതുകൊണ്ട് ആരാണ് ഉദ്ദേശിക്കപ്പെടുന്നത്? പണ്ഡിതന്മാരിൽ ചിലർ അതിന് തഫ്സീർ പറയുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പരിപൂർണ മനുഷ്യൻ. അൽ ഇൻസാനുൽ കാമിൽ, പരിപൂർണ മനുഷ്യൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുഹമ്മദ് നബിയെ അല്ലാഹു പഠിച്ചു. എന്നിട്ടോ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചല്ലോ. ആ പഠിപ്പിച്ച ഖുർആൻ മറ്റുള്ളവർക്ക് എങ്ങനെ വിവരിച്ചു കൊടുക്കണമെന്ന് നബിതങ്ങൾക്ക് അല്ലാഹു വിവരം നൽകി. അതാണ് ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, വഅൻസൽനാ ഇലൈക الذിക്ര ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഓ നബിയേ, ഖുർആൻ അങ്ങയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് തങ്ങൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നബിയെ. അതെങ്ങനെ വിവരിക്കണമെന്നത് നബി തങ്ങൾക്ക് അല്ലാഹു തആല വിവരം നൽകിയിട്ടുണ്ട്. അതാണ് ഒരു തഫ്സീർ.
ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മറ്റൊരു തഫ്സീർ ഖലഖൽ ഇൻസാന, മനുഷ്യ സമൂഹത്തെ അല്ലാഹു പടച്ചു. ആ മനുഷ്യന് വിവരണം അല്ലാഹു തആല പഠിപ്പിച്ചു. മനുഷ്യനെ പോലെ പ്രസംഗിക്കുന്ന മറ്റൊരു ജീവിയുണ്ടോ? മനുഷ്യനെ പോലെ ക്ലാസ് എടുക്കുന്ന വേറെ ഒരു ജീവിയുണ്ടോ? മനുഷ്യനെ പോലെ ആശയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ സാധിക്കുന്ന, സംവദിക്കാൻ സാധിക്കുന്ന, ചർച്ച ചെയ്യാൻ സാധിക്കുന്ന, പരസ്പരം ആശയം കൈമാറിയിട്ട് അത് വികസിപ്പിക്കാൻ സാധിക്കുന്ന മനുഷ്യനെ പോലെ മറ്റൊരു ജീവിയുണ്ടോ? അത് മനുഷ്യന് മാത്രമല്ലേ ആ അനുഗ്രഹമുള്ളൂ. മനുഷ്യൻ വേർതിരിയുന്ന ഏറ്റവും വലിയൊരു വിഷയം തന്നെ മനുഷ്യന് വിവരണത്തിന് സാധിക്കുന്നു എന്നതല്ലേ. സംസാരശേഷിയുണ്ട്, വിവരണശേഷിയുണ്ട്. സംസാരമില്ലെങ്കിൽ തന്നെയും മനുഷ്യൻ കൈകൊണ്ടവന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അതേ നാവ് പൊട്ടനാണെങ്കിൽ തന്നെ അവൻ ആവശ്യമുള്ളതൊക്കെ കൈകൊണ്ടവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവൻ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്, വില ചോദിക്കുന്നുണ്ട്, അവൻ നിക്കാഹ് ചെയ്യുന്നുണ്ട്, നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആകയാൽ സംസാരമില്ലെങ്കിൽ പോലും മനുഷ്യന് വിവരണത്തിന് സാധിക്കുന്നുണ്ട്. ആ നിലക്കുള്ള വിവരണത്തിനുള്ള കഴിവ് മറ്റ് ജീവികൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ നമ്മൾ ആരും ഒരു പോത്തിന്റെ സമ്മേളനം പത്രത്തിൽ വായിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കാളയുടെയോ പശുവിന്റെയോ പ്രസംഗം ഇന്ന് വരെ ഒരു സിഡിയിലും കേട്ടിട്ടില്ല. കാരണം മനുഷ്യനല്ല കൊടുത്ത അനുഗ്രഹമാണ്. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. الرحمن علم القرآن خلق الإنسان علمه البيان. വിവരണം അല്ലാഹു തആല നൽകിയവനാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യൻ എന്ത് വേണം? അവൻ എന്ത് വിവരണം നടത്തുമ്പോഴും അവന്റെ മനസ്സിൽ അതാ തന്ന റബ്ബിനെ ഓർമ്മിച്ച് വിവരിക്കണം. തന്ന റബ്ബിനെ ഓർമ്മിച്ചുകൊണ്ടല്ലാതെ, ഈ നിഅമത്ത് ചെയ്തു തന്ന റബ്ബിനെ ഓർമ്മിച്ചുകൊണ്ടല്ലാതെ ഒരു വാക്കും സംസാരിക്കാൻ പാടില്ല. അവന്റെ സംസാരത്തിൽ ഒരിക്കലും ശത്രുതയുണ്ടാക്കുന്ന വാക്ക് വരാൻ പാടില്ല. ഒരിക്കലും തന്നെ അതേ മനുഷ്യനെ ശത്രുതയിലേക്കോ ഭീകരതയിലേക്കോ തീവ്രവാദത്തിലേക്കോ വർഗീയതയിലേക്കോ ക്ഷണിക്കുന്നൊരു വാക്ക് തന്നെ പടച്ചവനെ ഓർമ്മയുള്ള വിവരണം കൊടുത്ത റബ്ബിനെ ഓർമ്മിക്കുന്നവന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തജ്ലിസൂ മഅ കുല്ലി ആലിമിൻ. എല്ലാ പണ്ഡിതന്മാരെ കൂടെയും നിങ്ങൾ പോയി ഇരിക്കരുത്. ഇല്ലാ മഅ ആലിമിൻ, നിങ്ങൾക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന ചില പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താണ്? യദൂകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ. 5 കാര്യത്തിൽ നിന്ന് മറ്റൊരു 5 കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കണം. 5 കാര്യത്തിൽ മറ്റൊരു 5ലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. മിനശ്ശക്കി ഇലൽ യഖീൻ. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. നമ്മൾ മുമ്പേ നമ്മളെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ കണ്ടുപിടിച്ചതും കേട്ടുപഠിച്ചതും മനസ്സിലാക്കിയതും നമ്മളെ നാട്ടിൽ കഴിഞ്ഞുപോയ വലിയ വലിയ ബഹ്ർ പോലത്തെ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതും അവരെ ഉസ്താദുമാരിൽ നിന്ന് അവർ പഠിച്ചതും അവരെ ഗുരുനാഥന്മാർ അവർക്ക് എത്തിച്ചു കൊടുത്തതും അങ്ങനെ പരമ്പരാഗതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് ഇന്ന് വരെയുള്ള പണ്ഡിതന്മാരിലൂടെ കൈമാറി വന്ന വിഷയത്തിൽ സംശയമുണ്ടാക്കുന്ന വല്ലവനും പ്രസംഗിക്കുമ്പോൾ, അവൻ സദസ്സൊരുക്കുമ്പോൾ അവിടെ ഇരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. മിനശ്ശക്കീലൽ യഖീൻ. സംശയത്തിൽ ഉറപ്പിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്റെ സദസ്സിലല്ലാതെ ഇരിക്കാൻ പാടില്ല. മർഹൂം എരോത്ത് പോക്കർ ഹാജി, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ഡൽഹിയിലേക്ക് ഒരു ദിവസം ഒന്നായിട്ട് പ്ലെയിനിൽ പോവുകയാണ്. പോകുന്ന സമയത്ത് പ്ലെയിനിൽ നിന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? തബ്ലീഗ് ജമാഅത്ത് എന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണ്. ഞാൻ അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ ഒറ്റ വാക്ക് പറഞ്ഞു, നാദാബത്ത് കീയന ഉസ്താദ്, പാറക്കടവിൽ കണാരണ്ടി ഉസ്താദ്, അതിനപ്പുറം കുനിങ്ങാട് കാങ്ങാട്ട് ഉസ്താദ്, അതിനപ്പുറം ഇ കെ ഉസ്താദ്, ഒ കെ ഉസ്താദ്, ഉള്ളാത്തങ്ങൾ എ പി ഉസ്താദ്,
ഇങ്ങനെ തുടങ്ങി നമ്മൾ ജീവിച്ചിരിക്കുന്നവരും വഫാത്തായി പോയവരുമായ ഒരുപാട് ആലിമീങ്ങളെ കണ്ടിട്ടുണ്ട്. അല്ലാഹു മരിച്ചവർക്കൊക്കെയും ദറജ വർദ്ധിപ്പിക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെയും മുമ്പ് മഹാനായ ശംസുൽ ബാ ഖുതുബി തങ്ങള്, അതുപോലെ ചാലിയത്ത് അഹമ്മദ് കോയ തങ്ങള്, അങ്ങനെ ഒരുപാട് ആലിമീങ്ങളെ കണ്ടിട്ടുണ്ട്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, പാണക്കാട് പൂക്കോയ തങ്ങള്, ഇങ്ങനെ ഒരുപാട് സയ്യിദന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവരാരും സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചതല്ലാതെ മറ്റൊന്നിലേക്കും പോയത് കണ്ടിട്ടില്ലല്ലോ നമ്മൾ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നെ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ അദ്ദേഹം പിന്നീട് പോയിട്ടില്ല. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, ശക്കിൽ നിന്ന് യഖീനിലേക്ക്, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലെ പങ്കെടുക്കാവൂ. വമിനൽ കിബിരി ഇല തവാദുഇ, അഹങ്കാരത്തിൽ നിന്ന് താഴ്മയിലേക്ക് ക്ഷണിക്കുന്നവന്റെ സദസ്സിലെ പങ്കെടുക്കാവൂ. വമിനർ റിയാഇ ഇലൽ ഇഖ്ലാസി, ലോകമാന്യത്തിന് പകരം സ്ഥാനമാനം ചിന്തിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലെ പങ്കെടുക്കാവൂ. വമിനർ റഗ്ബതി ഇല സുഹ്ദി, ദുന്യാവിനോടുള്ള അങ്ങേയറ്റത്തെ അലച്ചയും ആഗ്രഹവും ഉണ്ടാകുന്നതിന് പകരം ദുന്യാവ് അല്ലാഹു തആല തന്നതൊക്കെ വലുതാണ്, അത് തന്നെ വലിയ അനുഗ്രഹമാണ്, ഇനിയും ഹലാലായത് ഉണ്ടാക്കുന്നതിനൊരു കുഴപ്പവുമില്ല, പക്ഷേ അള്ളാഹ് പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ എനിക്കൊരു നയാകാശം വേണ്ട, അല്ലാഹു തആല പൊരുത്തപ്പെട്ട വഴിയിലേ ഞാൻ ജീവിക്കുന്നുള്ളൂ എന്ന നിലക്ക് വസ്ഹദ് വദാ ഫഖദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖദുൻ ലഹു തഖഅഖലാ. എത്ര പണമുണ്ടാകുന്നതിനും വിരോധമില്ല, ഹലാലായ നിനക്ക് സമ്പാദിക്കുന്നതിന് വിരോധമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതേ സമയത്ത് ഒരിക്കലും തന്നെ മനസ്സിന്റെ ഉള്ളിൽ പണത്തെ പൂജിക്കാൻ പാടില്ല. പണ്ഡിതന്മാര് പറഞ്ഞു, മൂസാ നബിയുടെ വടി പോലെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി നിലത്തിട്ടപ്പോൾ അതൊരു പാമ്പാണ്, സഅബാനും മുബീൻ. കയ്യിൽ പിടിച്ചപ്പോൾ അത് വടിയാണ്. ഈ വടി ഇല്ലാതിരുന്ന ബുദ്ധിമുട്ടാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഈ വടി കൊണ്ടാണ്, ഈ വടിയിൽ ഊന്നിയിട്ടാണ് ഞാൻ നടക്കുന്നത്, ഞാൻ പലതും ചെയ്യുന്ന ഈ വടിന്റെ മേലെ ഊന്നി നിന്നിട്ടാണ്, ഇതില്ലെങ്കിൽ എനിക്കിവിടെ നിലനിൽപ്പുണ്ടാവൂല. അപ്പൊ പണം ഉണ്ടായാലേ നിലനിൽപ്പുണ്ടാകൂ. മൂസാ നബിന്റെ വടി എങ്ങനെയാണ് അതുണ്ടായപ്പോഴാ ഊന്നി നിന്നത്? പണമില്ലെങ്കിൽ ഊതിപ്പറപ്പിച്ചു കളിയും പലരും, അതുകൊണ്ട് പണം ഉണ്ടായാലേ പറ്റൂ. അതേ സമയത്തോ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറെ ആടുകളുണ്ട്, ആ ആടുകൾക്ക് ഞാൻ ഈ വടി കൊണ്ടാണ് ഇലകൾ അടിച്ചിട്ട് കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത്. പണം കയ്യിലില്ലെങ്കിൽ അനുയായികളെ പോറ്റാൻ കഴിയൂല, മക്കളെ പോറ്റാൻ കഴിയൂല. അതുകൊണ്ട് പണം ഉണ്ടാകുന്നത് നല്ലത് തന്നെ. തീരെ വേണ്ടാന്ന് വെച്ചാലോ, ഒരു പാമ്പ് അതിന്റെ വിഷം പേടിച്ചിട്ട്, പാമ്പിന്റെ വിഷം പേടിച്ചിട്ട് അടിച്ചങ്ങ് കൊന്നുകളയാൻ വേഗം കഴിയും, അടിച്ചങ്ങ് കൊന്നാൽ അതിന്റെ ശല്യം കഴിഞ്ഞു. പക്ഷേ അതിനെ കൊണ്ട് പിന്നെ നമുക്കൊരു ഉപകാരത്തിനും പറ്റൂല. നേരെ മറിച്ച് ആ പാമ്പിനെ അടിച്ചു കൊല്ലാതെ, ആ പാമ്പിന്റെ വിഷമേൽക്കാത്ത വിധത്തിൽ അതിനെ പോറ്റി വളർത്തി നിലനിർത്താൻ കഴിയുമെങ്കിൽ അവനല്ലേ സാമർഥ്യമുള്ളവൻ. ഇതുപോലെ പണം കയ്യിലുണ്ട്, പക്ഷേ കടിക്കുന്നില്ല, വിഷം ഏൽക്കുന്നില്ല. മൂസാ നബിയുടെ വടി പോലെ നിലത്തിട്ടാൽ സഅബാനും മുബീൻ, അത് പാമ്പാണ്, കയ്യിൽ പിടിച്ചാൽ വടിയാണ്, അത് ഉപകാരത്തിനുള്ളതാണ്. ഇതേപോലെ പണം കൈകാര്യം ചെയ്യണം. ഇതാണ് സുഹുദ് എന്ന് പറയുന്നത്. ആ സുഹുദിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നവനാകണം, ദുന്യാവിന്റെ പ്രേമത്തിലേക്ക് ക്ഷണിക്കുന്നവനാകരുത്. വമിനൽ അദാവതി ഇലൻ നസീഹ, ശത്രുതയിൽ നിന്ന് ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്നവനാകണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടല്ല ജീവിക്കേണ്ടത്, ശത്രുത വെച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്, വർഗീയതയിലല്ല ജീവിക്കേണ്ടത്, തീവ്രവാദത്തിലല്ല ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ, സമയം ഏകദേശമായല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ വേദനയോടെ പറയട്ടെ. ഒരു ദിവസം കേൾക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പൊട്ടിത്തെറി, പിന്നെ കേൾക്കുന്നു എയർപോർട്ടിൽ ഒരു പൊട്ടിത്തെറി, പിന്നെ കേൾക്കുന്നു ആളുകൾ കൂടുതൽ കൂടുന്ന മാർക്കറ്റിൽ ഒരു പൊട്ടിത്തെറി. ഇങ്ങനെ കുറെ പൊട്ടിത്തെറികൾ നടന്നിട്ട് നിരപരാധികൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ കുറെ ആളുകൾ പൊട്ടിത്തെറിച്ചത് കാണുമ്പോ മനസ്സ് വേദനിക്കുന്നു കാരുണ്യമുള്ളവർ. അപ്പോഴതാ പത്രത്തിൽ റിപ്പോർട്ട് വരുന്നു, ആ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇന്ന കക്ഷി ഏറ്റെടുത്തിരിക്കുന്നു. എന്താണ് അവനെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? നിരപരാധികളായ ആളുകൾ പൊട്ടിത്തെറിച്ചിട്ട് ചെറിയ കുട്ടികൾ അനാഥരായി പോയി, പാവപ്പെട്ട സ്ത്രീകൾ വിധവകളായി പോയി,
പാവപ്പെട്ട പ്രായം ചെന്ന ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ആരും അവലംബമില്ലാതെയായിപ്പോയി. അപ്പൊ ഇവൻ പറയാണ്, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ആരുടെ അടുക്കലാ ഇവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്? പടച്ചവന്റെ അടുക്കലാണോ മനുഷ്യരുടെ അടുക്കലാണോ? ഇവൻ എന്ത് ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാൻ കഴിയുക? ഈ കണ്ണിൽ ചോരയില്ലാത്ത തീവ്രവാദി, അതേ കാരുണ്യത്തിന്റെ മനസ്സില്ലാത്ത തീവ്രവാദി, ഭീകരവാദി ഒരിക്കലും തന്നെ റഹ്മാനായ അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തയുള്ളവനല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വമിനൽ അദാവതി ഇലൻ നസീഹതി, മനുഷ്യന്റെ ഗുണകാംക്ഷയിലേക്ക്, ശത്രുതയിൽ നിന്ന് ഗുണകാംക്ഷയിലേക്ക്, എല്ലാവർക്കും ഗുണം ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന ആശയത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. അത്തരം പണ്ഡിതന്മാരെ സദസ്സിൽ പങ്കെടുക്കണം. അക്രമത്തിനോ തീവ്രവാദത്തിനോ പ്രചോദനം നൽകുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യം, അതിന്റെ ഭരണഘടന വളരെ സുശക്തമാണ്, സ്തുത്യർഹമാണ്. അതിന്റെ ഭരണഘടനയനുസരിച്ച് ഏത് മതക്കാരനും അവനവന്റെ മതം പ്രചരിപ്പിക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഒരാളും മറ്റൊരാളെ ആക്രമിക്കുന്നത് നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിച്ച് സർവ്വ സമുദായങ്ങളും ജീവിക്കാൻ ഒരുങ്ങിയാൽ ഈ രാജ്യത്ത് വല്ല പ്രശ്നങ്ങളുമുണ്ടോ സുഹൃത്തുക്കളെ? ഇൻഷാ അല്ലാഹ് ബാക്കി അർ-റഹ്മാൻ സൂറത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ നാളെ സംസാരിക്കാം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ദിമസ്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഒരു വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഒരു വഅദ് പറയുന്ന പണ്ഡിതനുണ്ടായിരുന്നു. മൻസൂർ ഇബ്നു അമ്മാർ എന്നാണ് മഹാനവറുകളുടെ പേര്. ഞാനൊരു സ്വപ്നത്തിൽ ആ മഹാനെ ദർശിക്കുകയുണ്ടായി. സ്വപ്നത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു തആലാ ബിക്, അല്ലാഹു നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? നിങ്ങളൊരു വഅദ് പറയുന്ന പണ്ഡിതനായിരുന്നല്ലോ, നിങ്ങളെ കൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. സുഹൃത്തുക്കളെ, ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി ഫഖാലലി, എന്നോട് അദ്ദേഹം പറഞ്ഞു, അതാ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റബ്ബി ജല്ല ജലാലുഹു വതഖദ്ദസത് അസ്മാഉഹു യാ മൻസൂർ ഇബ്നു അമ്മാർ. എന്റെ റബ്ബ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മൻസൂർ ഇബ്നു അമ്മാറേ. ഫഖുൽതു ലഹു നഅം യാ റബ്ബി, ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, റബ്ബേ, നിന്റെ വിളിക്കുത്തരം ചെയ്യുന്നു. ഫഖാല അൻതല്ലദീ കുന്ത തുസഹിദു الناس في الدنيا وترغبهم في الآخرة. ദുനിയാവിന്റെ കാര്യലാഭത്തിൽ ചിന്ത ലയിക്കുന്നതിന് പകരം ആഖിറത്തിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നവരായി ജനങ്ങളെ സംസ്കരിച്ച് വഅദ് പറഞ്ഞ ആളല്ലേ നിങ്ങൾ? ഞാൻ ആ സമയത്ത് പറഞ്ഞു, ഖുൽതു ഖദ് കാന ദാലിക യാ റബ്ബി വലാകിന്നി മാ ജലസ്തു മജ്ലിസൻ ഇല്ലാ വബദഅതു ബിസ്സനാഇ അലൈക വസന്നൈതു ബിസ്സലാത്തി അലാ നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലസ്തു ബിന്നസീഹത്തി ലിഇബാദിക. റബ്ബേ, നീ പറഞ്ഞത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏത് സദസ്സിൽ കയറിയാലും എവിടെ പ്രസംഗിക്കാനിരുന്നാലും ഞാൻ നിന്നെ സ്തുതിച്ചുകൊണ്ട്, നിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട്, നിന്നെ പുകഴ്ത്തിക്കൊണ്ടല്ലാതെ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ രണ്ടാമത് സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ, മൂന്നാമതായി നിന്റെ അടിമകൾക്ക് മുഴുവനും നന്മ ലഭിക്കണം എന്ന നിലയ്ക്ക് ഉപദേശം നൽകിയിട്ടല്ലാതെ ഞാൻ എന്റെ പ്രസംഗം നടത്തിയിട്ടില്ല. അല്ലാഹ്, ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, സദഖത, നീ പറഞ്ഞത് നേരാണ് മൻസൂറേ. നീ എന്നെ പുകഴ്ത്താതെ, ഹബീബായ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ, എല്ലാ ജനങ്ങളും രക്ഷപ്പെടണമെന്ന ചിന്ത വെച്ചുകൊണ്ടല്ലാതെ നീ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ضعوا له كرسيا يمجدني في سمائي بين ملائكتي كما كان يمجدني في أرضي بين عبادي.
എന്റെ അടിമകൾക്കിടയിൽ ഇരുന്നിട്ട് എന്നെ പുകഴ്ത്തി പറഞ്ഞ പണ്ഡിതനല്ലേ അത്? ഓ മലക്കുകളെ, മലക്കുകൾക്കിടയിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു കസേര കൊടുക്കൂ. ആ കസേരയിലിരുന്ന് മലക്കുകൾക്കിടയിലും എന്നെ അദ്ദേഹം പുകഴ്ത്തി ഒന്ന് സംസാരിക്കട്ടെ. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ അതാ ഭിന്നതകൾക്കെതിരെ, അനൈക്യത്തിനെതിരെ, അതാ എപ്പോഴും എല്ലാവർക്കും നന്മ ലഭിക്കണമെന്ന ചിന്തയിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാർ പടച്ച റബ്ബിനെ പുകഴ്ത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നസീഹത്ത് ഉദ്ദേശിച്ച് സംസാരിക്കുന്ന പണ്ഡിതന്മാർക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനം റബ്ബ് കൊടുക്കും കേട്ടോ. അല്ലാഹുവേ, അങ്ങനെ പല മഹാന്മാരും കഴിഞ്ഞുപോയി. ഞങ്ങൾ ഈ ആഖിറു സമാനിലെ ചണ്ഡിജബറുകളാണ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ ദുആ ഇജാബത്ത് തരണം റഹ്മാനേ. ഞങ്ങളുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമർറാഹിമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമൊക്കെ സാധുക്കളായ ഞങ്ങൾ സംസാരിച്ചതും ഞങ്ങൾ സംഘടിപ്പിച്ചതും ഞങ്ങളെ മുഴുവൻ ദീനീ സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ സംഘടനകളും പ്രവർത്തനങ്ങളും മുഴുവനും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ മജ്ലിസും ഞങ്ങളുടെ ദുആയും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ ഓതിയതിന് നീ ഞങ്ങൾക്ക് റബ്ബേ അതിൻ്റെ ഔദാര്യം കൊണ്ട് പ്രതിഫലം നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് എന്താണോ നീ തരുന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ അത് ഞങ്ങൾക്ക് എത്തിച്ചു തന്ന നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ ഞങ്ങളുടെ വകയിൽ ഒരു ചെറിയ ഹദിയായി നീ എത്തിക്കണം റഹ്മാനേ. അതുപോലെ ഏതെല്ലാം അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ആരിഫീങ്ങൾ വഫാത്തായി പോയവരുണ്ടോ, ഇവിടെ ഈ നാദാപുരത്തും പരിസരങ്ങളിലും കിടക്കുന്ന ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരെല്ലാവരുടെയും ഞങ്ങൾക്ക് ഇൽമ കൊണ്ട് ഉപകരിച്ച ഏതൊക്കെ ആലിമീങ്ങളുണ്ടോ അവരെല്ലാവരുടെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനേ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർ, ഞങ്ങളെ സ്നേഹിച്ച മോമിനീങ്ങൾ, ഞങ്ങൾക്ക് ദീനീ പ്രവർത്തനങ്ങൾക്ക് സഹായങ്ങൾ നൽകിയവർ, സഹകരിച്ചവർ, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവർ, അങ്ങനെ ഞങ്ങളെ ഉമ്മബാപ്പമാര്, ബന്ധപ്പെട്ടവർ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ, അല്ലാഹുവേ അയൽവാസികൾ, അങ്ങനെ ഏത് ആണ് പെണ്ണ് ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരുണ്ടോ അവരെല്ലാവരുടെ ഖബറിലും അതുപോലെ ഒന്ന് നീ എത്തിക്കണം റഹ്മാനേ. സാധുക്കളായ ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും ഖബറിനെ നീ വിശാലമാക്കണം റഹ്മാനേ. അർഹമുർറാഹിമീനായ റബ്ബേ, സൂറത്തുർ റഹ്മാൻ നിന്റെ വസ്ഫ്, നിന്റെ പേര് കൊണ്ട് നീ ആരംഭിച്ച വല്ലാത്ത അത്ഭുതകരമായ ആ സൂറത്ത്, അത് ഞങ്ങൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചു. നീ അതിന് തുടങ്ങാൻ തൗഫീഖ് തന്നു. ഇത് ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട നിലക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനേ. നീ തന്നെ ഞങ്ങളെയും ഞങ്ങളെ പരിപാടികളെയും ഏറ്റെടുക്കണം റഹ്മാനേ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ നാടുകളിൽ മുഴുവനും നീ ബറക്കത്തും സമാധാനവും നൽകണം റഹ്മാനേ. ഐശ്വര്യവും നിന്റെ പൊരുത്തത്തിനായുള്ള ജീവിതവും നയിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനേ. അർഹമുർറാഹിമീനായ റബ്ബേ, വലിയ വലിയ രോഗങ്ങളുള്ളവരുണ്ട്, കിഡ്നിയുടെ രോഗമുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ രോഗമുള്ളവരുണ്ട്, ക്യാൻസറിൻ്റെ രോഗമുള്ളവരുണ്ട്, അൾസറിൻ്റെ രോഗമുള്ളവരുണ്ട്, ട്യൂമറിൻ്റെ രോഗമുള്ളവരുണ്ട്, ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും വിഷമമുള്ളവരുണ്ട്. അല്ലാഹുവേ, കൈകാലുകൾക്ക് വേദനയുള്ളവരുണ്ട്, ചർമ്മരോഗമുള്ളവരുണ്ട്, നീര് വന്ന് കാല് വീർത്ത മനുഷ്യൻ എത്രയോ ആളുകളുണ്ട്. നിനക്കറിയാം, ശരീരത്തിന്റെ വേദന കൊണ്ടും കടച്ചിൽ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഏത് രോഗമുണ്ടെങ്കിലും അല്ലാ നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. ചെറുപ്പക്കാരായ കുട്ടികൾക്ക് മാനസികമായ ചെറിയ അസ്വസ്ഥതകൾ വന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പ്രായമുള്ളവർക്ക് മാനസികമായ നില തെറ്റിയിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന സന്താനങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ നല്ല മാനസികാവസ്ഥ നൽകണം.